and upon that improved understanding, develop a mutually acceptable proposal to resolve their concern. Then functional aspect definition. Mediation is a structured formal negotiation process following a set of key principles facilitated by a third party mediator who assists the parties in dispute in reaching a voluntary dispute. Sir, any neutral എന്നുള്ള വാക്ക് വിട്ടുപോയി. Neutral, yeah. Mediator, neutral third party, mediator. Facilitated by neutral third party. Neutral important ആണ്. Third party, okay. Okay. തുടങ്ങിക്കോ. Sir, opening statement പറയട്ടെ. അതെ. Okay. നമസ്കാരം, പേര് കീർത്തി രാജ്. ഞാൻ 20 വർഷമായിട്ട് ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ചെയ്യുന്നു. 15 വർഷമായി ഹൈക്കോർട്ടിൽ മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ എഡ്യൂക്കേഷൻ പറയുകയാണെങ്കിൽ ചെയ്തത് SL ലോ കോളേജ് പൂത്തോട്ടയിൽ നിന്നാണ്. തന്നെ എടുത്തിരിക്കുന്നത് ADR സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് LLM എടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അത് തേർഡ് ആയിട്ട് കീർത്തി വല്ലാണ്ട് ബ്രേക്ക് വരുന്നുണ്ടല്ലോ, നെറ്റ് ഇഷ്യൂ ഉണ്ടോ അവിടെ? ഈ മീഡിയേഷൻ എന്ന് പറയുന്നത് വോളണ്ടറി ആയിട്ടുള്ള ഒരു പ്രൊസീഡിങ്സ് ആണ്. അവിടെ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടോ? എനിക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. മാഡം എങ്ങനെയുണ്ട്? ബ്രേക്ക് ആവുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. വീഡിയോ ഓഫ് ആക്കിയാൽ കിട്ടും സർ. വീഡിയോ ഓഫ് ആക്കിയാൽ ബ്രേക്ക് ആവില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പറഞ്ഞോ. ഓക്കെ, ആദ്യം തന്നെ മീഡിയേഷൻ എന്ന് പറയുന്നത് വോളണ്ടറി ആയിട്ടുള്ള പ്രൊസീഡിങ്സ് ആണ്. എന്റെ യാതൊരുവിധ കമ്പൽഷനും ഇതിലുണ്ടായി സംസാരിക്കേണ്ടതും ഒരു ഇനി ഇൻ കേസ് നിങ്ങൾ പാർട്ടീസിന് ഒരു ഇപ്പൊ കേൾക്കാവല്ലോ അല്ലേ ഞാൻ പറയുന്നത്? ഇടയ്ക്ക് ബ്രേക്ക് ആയി കീർത്തി. ഓക്കെ, ഞാൻ മാറി നിൽക്കാം. ഇപ്പോ കേൾക്കാവോ? കേൾക്കാം. ഓക്കെ ഓക്കെ. ഇൻ കേസ് നിങ്ങൾ പാർട്ടീസിന് പരസ്പരം ഒരു തീരുമാനത്തിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുന്നതാണ്. അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അതിനുള്ള പ്രിവിലേജ് നിങ്ങൾക്കുണ്ട്. പിന്നെ മീഡിയേഷൻ എന്ന് പറയുന്നത് ഞാൻ മീഡിയേറ്റർ വോളണ്ടറി ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു തേർഡ് പേഴ്സൺ മാത്രമായിരിക്കും. നിങ്ങളുടെ ഈ ഒരു സബ്ജക്ട് മാറ്ററിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയോടോ എനിക്ക് പ്രത്യേക മമതയോ ഒരു ഇൻട്രസ്റ്റോ ഉണ്ടായിരിക്കുന്നതില്ല, ഇൻട്രസ്റ്റോ ഇല്ല. ഇനി ഇൻ കേസ് ഈ പ്രൊസീഡിങ്സിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ന്യൂട്രാലിറ്റി നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അത് എന്നോട് സംസാരിക്കാവുന്നതാണ്. ഞാൻ എന്നെ മാറ്റി മറ്റൊരു മീഡിയേറ്റർ നിങ്ങൾക്ക് വെച്ച് തരുന്നതാണ്. അതിനുള്ള പ്രിവിലേജ് നിങ്ങൾക്കുണ്ട്. പിന്നെ മീഡിയേഷനിൽ ഈ മീഡിയേഷൻ ഈ ത്രൂ ഔട്ട് പ്രൊസീഡിങ്സ് ഞാൻ കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പ് നൽകുന്നു. നിങ്ങൾ ഈ മീഡിയേഷനിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഈ ഡിസ്പ്യൂട്ട് ഇവിടെ നിന്നില്ല, ഇനി കോടതിയിൽ പോവുകയാണെങ്കിൽ കോടതിക്ക് എവിഡൻസ് കൊടുക്കാനായിട്ട് എന്നെ വിളിക്കാനോ ഇൻ കേസ് വിളിച്ചാൽ ആ എവിഡൻസ് കൊടുക്കുന്നത് വേണ്ടെന്ന് വെക്കാനുള്ള പ്രിവിലേജ് എനിക്കുണ്ട്. മാത്രമല്ല നിങ്ങൾ പാർട്ടീസിന് എന്നോട് എപ്പോൾ വേണമെങ്കിലും ഒറ്റയ്ക്ക് സംസാരിക്കാം. അതിനെ കോക്കസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ടി കോക്കസിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ആ പാർട്ടിയുടെ അനുവാദമില്ലാതെ മറ്റു പാർട്ടികളുമായി ഡിസ്കസ് ചെയ്യുകയോ ഇനി ഇൻ കേസ് അത് പറയേണ്ടി വന്നാൽ നിങ്ങളുടെ പെർമിഷനോട് കൂടി മാത്രമേ ഞാനത് ഡിസ്ക്ലോസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ മീഡിയേഷൻ പ്രോസസ്സിന്റെ കോൺഫിഡൻഷ്യാലിറ്റി സീക്രസിയും ഞാൻ ഉറപ്പ് നൽകുന്നു. ഇനി ഇതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഈ മീഡിയേഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ആദ്യം ഞാൻ നിങ്ങൾ പാർട്ടീസിന്റെ കൺസേൺസ് കേൾക്കും. അതിൽ നിന്നും ഇഷ്യൂസ് പോയിന്റ് ഔട്ട് ചെയ്യും. ആ ഇഷ്യൂസിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് നിൽക്കുന്ന ഇഷ്യൂസിനെ നോട്ട് ഡൗൺ ചെയ്ത് ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നു. ഈ അജണ്ടയിന്മേൽ പിന്നെ നെഗോസിയേഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. അതിനുശേഷം നമുക്ക് ഒരു റിസൊല്യൂഷനിൽ എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ റിസൊല്യൂഷനിലേക്ക് എത്തുന്നു. ഒരു എഗ്രിമെന്റ് നിങ്ങളുടെ പെർമിഷനോട് കൂടി എഗ്രിമെന്റിൽ എത്തുന്നു. അപ്പൊ ഇത്രയുമാണ് മീഡിയേഷന്റെ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഗ്രൗണ്ട് റൂൾസ് ആണ്. ഗ്രൗണ്ട് റൂൾസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പാർട്ടി സംസാരിക്കുമ്പോൾ മറ്റൊരു പാർട്ടി ഇന്റർഫിയർ ചെയ്ത് സംസാരിക്കരുത്.
അത് ആ സംസാരിക്കുന്ന പാർട്ടിയുടെ ഫ്ലോ നഷ്ടപ്പെടാനും പിന്നെ കേൾക്കുന്ന ആളുടെ ഫ്ലോ നഷ്ടപ്പെടാനും കാരണമാകും. അപ്പോൾ ഒരു പാർട്ടി സംസാരിക്കുമ്പോൾ മറ്റു പാർട്ടികൾ കേട്ടിരിക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് ഡൗൺ ചെയ്യുക. പിന്നെ അൺപാർലമെന്ററിയോ അല്ലെങ്കിൽ ഇൻഫോർമേറ്ററി ആയിട്ടുള്ള വേർഡ്സ് ഒരിക്കലും മീഡിയേഷനിൽ ഉപയോഗിക്കരുത്. പിന്നെ നമ്മുടെ മീഡിയേഷന് സെറ്റ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ്. അപ്പോൾ ഇത്രയുമാണ് മീഡിയേഷനെ കുറിച്ച് ഒരു ഓവറോൾ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ ഓക്കെ, ഇതിലേ കീർത്തി എന്തോ സാർ പറഞ്ഞു. ആ ഇഷ്യൂസ് അജണ്ട അത് ആ രീതിയിലല്ല പറയേണ്ടത്. നമ്മൾ പറയേണ്ടത് അവിടെ നമ്മളത് നമുക്ക് മാത്രം അറിയുന്നൊരു ടെർമിനോളജിയാണ് ഇഷ്യൂസും അജണ്ടയൊക്കെ, പിന്നെ ഗ്രൗണ്ട് റൂൾസും ഒക്കെ. അത് നമ്മൾ പാർട്ടിയോട് ആ മാതിരിയല്ല, അത് കൺവേ ചെയ്യാൻ മാത്രമേ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ആദ്യം ഞാൻ പറയും, അല്ല ആദ്യം നിങ്ങൾ രണ്ടു കൂട്ടരെയും ഓരോരുത്തർ കേൾക്കും. അതിനുശേഷം നിങ്ങൾക്കൊരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് വീഡിയോ ഓണല്ല സർ, വീഡിയോ ഓണല്ല. ഓക്കെ. അതിൽ നിന്ന് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയുമെങ്കിൽ ആ തീരുമാനത്തിൽ എത്തുന്നതാണ് എന്ന ആ രീതിയിലാണ് പറയേണ്ടത്. നമ്മൾ അജണ്ട സെറ്റ് ഇഷ്യൂസ് പറയണ്ട, മനസ്സിലായ? ഓക്കെ. ഇതൊക്കെ നമ്മൾ അവരറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഈ അവർ ജോയിന്റ് സെഷൻ കഴിയുമ്പോൾ അപ്പൊ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം ഇന്ന തന്നെയാണെന്ന് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അവർ അറിയുന്നില്ല നമ്മൾ ഒരു അജണ്ട സെറ്റിംഗ് ഇഷ്യൂ പ്രോസസ് ഉണ്ടെന്നുള്ളത്, മനസ്സിലായോ? അത് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് പോവുക, എന്നിട്ട് അവരോട് സംസാരിക്കാൻ പറയാ, റീസ്റ്റേറ്റ്മെന്റ് ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ സംസാരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഇത് അന്ന് അങ്ങനെ അങ്ങോട്ട് അജണ്ട സെറ്റ് ചെയ്യാന്ന് അവരോട് പറയല്ല. അപ്പൊ നമ്മളിവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ വൈഫാ ഹസ്ബൻഡ് ആരാച്ചാൽ വൈഫിന്റെ പറയാ, ഒന്ന് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം ആണ് അല്ലേ, ഫൈനാൻസ് ആണ് ഒന്ന്. രണ്ടാമത്തെ ഇൻകം ആണ് പ്രശ്നം അല്ലേ. മൂന്നാമത്തത് കസ്റ്റഡി. ആ രീതിയിൽ അവരോട് അപ്പൊ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാല്ലേ. ഇപ്പൊ ഞാൻ കേട്ടോടത്തോളം ഒന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അല്ലേ, അപ്പൊ നമുക്ക് സാമ്പത്തികം ഒന്ന് എഴുതാം, ഫൈനാൻസ്. പിന്നെ വരുമാനം പ്രോപ്പർ അല്ല, വരുമാനം ഇല്ല, അതുകൊണ്ടാണ് സാമ്പത്തിക ബുദ്ധിമുട്ട്. അപ്പൊ നമുക്ക് വരുമാനത്തിനുള്ള വരുമാനം എന്നുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യാം. ആ രീതിയിൽ നമ്മൾ ചെയ്യാണ്. അവരറിയാതെ തന്നെ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇഷ്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ്, അത് പിന്നെ അവർക്ക് അറിയാം അവർ വന്നിട്ടുള്ള ഇന്ന കാര്യത്തിൽ നിന്നുള്ളത്, അതാണല്ലോ ഇഷ്യൂ. പക്ഷെ അത് തന്നെ അജണ്ടയാക്കും. അപ്പൊ നമ്മൾ ഇന്ന കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അത് ഈ കാര്യമാണ്, പിന്നെ ഇങ്ങനെയാണ്. വേറെ എല്ലാം ഉണ്ടോ? ഒന്നാം പാർട്ടിയോട് ചോദിക്കാം. ഇനി വേറെ വല്ല നമ്മൾ ആഡ് ചെയ്യുന്നോ ഉണ്ടോ നിങ്ങളുടെ കൺസേൺ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കാം. പിന്നെ രണ്ടാം പാർട്ടിയോട് ചോദിക്കാം. എന്നിട്ട് പിന്നെ രണ്ടും കൂടി ക്ലബ് ചെയ്ത് കോമൺ ആയിട്ട് വീണ്ടും കുറയ്ക്കുന്നു. പിന്നെ ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ കുറെ പോകുന്നു. അങ്ങനെയാണ് നമ്മൾ അജണ്ട സെറ്റ് ചെയ്യുന്നത്. അത് അവർ അറിഞ്ഞുകൊണ്ടല്ല, അവർ നമ്മൾ ഇൻവോൾവ് ആക്കുക ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയുന്ന പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നതാണ് എന്നുള്ളത് കേട്ടോ. അത് അവരോട് കൺവേ ചെയ്യുന്നില്ല. ഗ്രൗണ്ട് റൂൾ എന്ന് പറഞ്ഞാലും നിങ്ങൾ പാലിക്കേണ്ട ചില മര്യാദകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞത് ഗ്രൗണ്ട് റൂൾ ആണ് എന്നുള്ളത് നമ്മൾ ആ രീതിയിൽ ഒരു റൂൾ എന്നൊന്നും നമ്മൾ അവിടെ അടിച്ചേൽപ്പിക്കരുത്. അവരപ്പോ ഒരു പ്രോസസ് ഫോർമൽ പ്രോസസ് ആണെങ്കിലും ഇൻഫോർമൽ ആയിട്ടായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഡെഫിനിഷൻ പറഞ്ഞല്ലേ, മീഡിയേഷൻ സ്ട്രക്ചേർഡ് ഫോർമൽ ആണെങ്കിലും മീഡിയേഷന്റെ പല കാര്യങ്ങളും ഇൻഫോർമൽ ആണ്. അതാണ് അതിന്റെ വൈരുദ്ധ്യം കേട്ടോ. ചില ഡെഫിനിഷൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, മീഡിയേഷൻ ഇൻഫോർമൽ എന്ന് വായിച്ചിട്ടുണ്ടായിരിക്കും. അത് സംഗതി ഇതാണ്, ഇൻഫോർമൽ ആണ് അതിന്റെ കാര്യങ്ങളൊക്കെ, പക്ഷെ അതിന്റെ നടത്തിപ്പ് മുഴുവനും വളരെ ഫോർമലും ചിട്ടയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് രണ്ടും കൂടി വരുന്നത്. ചില ഡെഫിനിഷൻ നിങ്ങൾ ഗൂഗിൾ എവിടെയെങ്കിലും തപ്പിക്കഴിഞ്ഞാൽ മീഡിയേഷൻ ഇസ് ഇൻഫോർമൽ എന്ന് ചിലടത്ത് വായിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ പറഞ്ഞ ഫംഗ്ഷനിൽ ഫോർമൽ എന്നാണല്ലോ പറഞ്ഞത്. അത് ഇതാണ് സംഗതി, ഫംഗ്ഷൻ ഫോർമൽ ആയിട്ടാണ്, പക്ഷേ നമ്മളെ ആറ്റിറ്റ്യൂഡ് അവരോട് ഇൻഫോർമൽ ആയിട്ടാണ്. ഒരു ടേബിളിൽ തന്നെ എല്ലാവരും ഇരിക്കുന്നു, മനസ്സിലായ? വേറെ ഡ്രസ് കോഡ് ഇല്ല, വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മള് ഗ്രൗണ്ട് റൂൾ എന്ന് പറയുമ്പോൾ അതൊരു അവരെ സംബന്ധിച്ച് അത് ഫോർമലായി തോന്നും, മനസ്സിലായ? നമ്മളെ സംബന്ധിച്ച ഫോർമലുള്ളൂ, അവരെ സംബന്ധിച്ച് ഇൻഫോർമൽ ആണ്. നമ്മളെ സംബന്ധിച്ച് ആ മീഡിയേഷനെ ഫോർമലായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഗ്രൗണ്ട് റൂൾ ഒക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഗ്രൗണ്ട് റൂൾ എന്ന് പറയുമ്പോൾ അവർക്കൊരു ഇൻഫോർമാലിറ്റി നഷ്ടപ്പെടും അവർക്ക്. അപ്പൊ അവർ വേറെ രീതിയിലാവും. ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫോർമൽ എന്ന് പറയുന്നത്. പക്ഷെ അറ്റ് ദി സെയിം ടൈം ഫോർമൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഇമ്പാസസ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല,
മാനേജ് ചെയ്യാൻ പറ്റില്ല, മീഡിയേഷൻ മാനേജ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതാണ് അതിന്റെ കാര്യങ്ങൾ. അപ്പോൾ എവിടെയെങ്കിലും ഇൻഫോർമൽ കണ്ടാൽ നിങ്ങൾ പേടിക്കേണ്ട. ഇൻഫോർമൽ ഇൻ ദ സെൻസ് അതിന്റെ നടത്തിപ്പ് മാത്രമാണ്. അല്ല, പാർട്ടീസിനെ സംബന്ധിച്ചുള്ള മീഡിയേഷനാണ് ഇൻഫോർമൽ. പക്ഷെ മീഡിയേറ്ററെ സംബന്ധിച്ച് വളരെ ഫോർമലായിട്ട് ചിട്ടയോടുകൂടി തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന്റെ ഗ്രൗണ്ട് റൂൾ എന്ന് പറയേണ്ടത് നമ്മളിവിടെ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, അല്ലെങ്കിൽ നമ്മളിവിടെ ഒബേ ചെയ്യേണ്ട ചില കണ്ടീഷൻസ് ഉണ്ട്, അങ്ങനെ പറഞ്ഞാലും മതി. അത് ഗ്രൗണ്ട് റൂൾ ആണെന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ഒരു റൂൾ എന്നൊക്കെ പറയുമ്പോൾ അവർ വേറെ വിധത്തില് ആവും. അപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞാൽ വി ഹാവ് ടു ഒബേ സർട്ടൻ കണ്ടീഷൻസ് ഓർ certain formalities here. You shall not interfere while the one party speak. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഇതാണ് പാലിക്കുന്ന രീതി പറഞ്ഞാൽ മതി. അല്ലാണ്ട് റൂൾ എന്ന് പറയുമ്പോൾ അവര് വേറെ അപ്പൊ ഇനിയിപ്പോ പ്രശ്നമാവോ എന്നുള്ളത് കേട്ടോ. അപ്പൊ ആ കാര്യമാണ്. ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഫ്രാൻസിസ്. ഫ്രാൻസിസ് ഇല്ലേ? സർ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ജോയിൻ ആവണേ ഉള്ളൂ. ലെഫ്റ്റ് ആയി പോയി തോന്നുന്നു. നെറ്റ് പ്രോബ്ലം ഉണ്ട്. സ്ഥലം മാറി നോക്കുന്നു. ഇനി ഒന്ന് വീഡിയോ ഓൺ ചെയ്യ്. പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം ഓഫ് ചെയ്താൽ മതി. അതെ, വീഡിയോ ഓൺ ചെയ്യാ. പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം ഓഫ് ചെയ്താൽ മതി വീഡിയോ. നെറ്റ് ഇഷ്യൂ വരാണെങ്കിൽ മാത്രം ഓഫ്, അല്ലെങ്കിൽ നോർമലി നമ്മൾ വീഡിയോ ഓൺ ചെയ്യണം. കാരണം ഞങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കൂടി കാണണം. ഫ്രാൻസിസ് മൈക്ക് ഓഫ് ആയി. ഫ്രാൻസിസ് അൺമ്യൂട്ട് ചെയ്യൂ. ഫ്രാൻസിസ് മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ. പ്രോബ്ലം ആണോ ഫ്രാൻസിസ്? ന്യൂട്രൽ ആരാ സംസാരിക്കുന്നത്? ഫ്രാൻസിസ് ആണോ? ഫ്രാൻസിസ് വീഡിയോ ഓൺ ചെയ്യൂ. പ്രശ്നം ഉണ്ടെങ്കിൽ മതി. എന്തായാലും ശബ്ദത്തിന് പ്രശ്നം വരുന്നുണ്ട്. സംസാരിച്ചോ. ഒന്നും കിട്ടുന്നില്ല. തീരെ റേഞ്ചില്ല. വേണ്ട, റേഞ്ച് തീരെ ഇല്ല. റേഞ്ച് ആവുമ്പോ പിന്നെ ആരാ? റോഷ്നി. ഫ്രാൻസിസ് തീരെ റേഞ്ച് ഇല്ല. റോഷ്നി പറഞ്ഞോ. സർ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യല്ലേ? അതെ അതെ. ഓക്കേ സർ. മീഡിയേഷൻ ഈസ് സ്ട്രക്ചർഡ്. വീഡിയോ ഓൺ ചെയ്യാ. പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ ഓഫ് ചെയ്താൽ. Form negotiation process following a set of interested party and is of റേഞ്ച് പ്രോബ്ലം. എല്ലാവരും കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? വീഡിയോ ഓഫ് ചെയ്ത് നോക്കൂ റോഷ്നിയുടെ. സർ ഇപ്പൊ ഓക്കെ ആണോ സർ? സംസാരിച്ചോ. സർ ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, എന്റെ ഞാൻ ഏകദേശം എന്റെ പേര് റോഷ്നി. ഞാനിവിടെ നമ്മുടെ ഹൈക്കോർട്ടിൽ കഴിഞ്ഞ 15 വർഷമായി മീഡിയേറ്റർ ആയിട്ട് അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. 5 വർഷമായി മീഡിയേഷൻ ഫീൽഡിലുണ്ട്. 100ഓളം കേസുകൾ ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്റെ എന്റെ LLM ഞാൻ ചെയ്തത് ADR-ലാണ്. ആൻഡ് ഇതാണ് എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ പിന്നെ മീഡിയേഷനിൽ
ഒരു മീഡിയേഷൻ എന്ന പ്രോസസ്സ് കംപ്ലീറ്റ്ലി എ വോളണ്ടറി പ്രോസസ് ആണ്. അതായത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഒരു ഡിസിഷൻ ഞാൻ സജഷനേ വെക്കുള്ളൂ. നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. ഞാൻ ഒരിക്കലും നിങ്ങളെ ഒരു തീരുമാനം എടുക്കാനും കമ്പൽ ചെയ്യില്ല. നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ആശ്രയിച്ചിരിക്കും. അത് നിങ്ങൾക്ക് വേണമെന്നോ വേണ്ടെന്നോ വെക്കാം. ആൻഡ് എന്റെ സജഷൻസ് നിങ്ങളുടെ പാർട്ടിയുടെ റോൾ എന്താന്ന് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്റെ സജഷൻസിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനത്തിലെത്താം. അല്ലെങ്കിൽ തന്നെ നിങ്ങളായിട്ട് പറഞ്ഞൊരു ഇഷ്യൂ വെക്കുകയാണെങ്കിൽ അതിലൊരു സൊല്യൂഷൻ അതൊരു നമുക്ക് സെറ്റിൽമെന്റ് എഗ്രിമെന്റ് ആക്കി നിങ്ങൾ പറയുന്ന തരത്തിൽ തന്നെ സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ആൻഡ് മീഡിയേഷൻ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ന്യൂട്രൽ പ്രോസസ് ആണ്. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്നുള്ളത് എനിക്ക് നിങ്ങളെ മുൻപ് കണ്ട് പരിചയമോ നിങ്ങളെ വ്യക്തിപരമായി എനിക്ക് അറിയേയില്ല. ഞാൻ നിങ്ങളുടെ വിഷയം എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു സ്നേഹവും മമതയോ ആരോടുമില്ല. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ ന്യൂട്രൽ അല്ലാതെ ബിഹേവ് ചെയ്യാമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മീഡിയേഷൻ തന്നെ വേണ്ടെന്ന് വെക്കാം. എന്നിട്ട് അല്ലെങ്കിൽ മാറ്റി വേറൊരു മീഡിയേറ്റർ വെച്ച് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇത് ഒരു കോൺഫിഡൻഷ്യൽ പ്രോസസ് ആണ്. ഇവിടെ ഒരിക്കലും നിങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ പുറത്തറിയുക, ഈ 4 ചുമരുകൾക്ക് അപ്പുറം നമ്മളിത് പുറത്ത് സംസാരിക്കില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് തുറന്നു പറയാം. നിങ്ങൾക്ക് ഇപ്പൊ ഇവരുടെ സമീപത്തിൽ പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളാണെങ്കിൽ നമ്മളൊരു പ്രൈവറ്റ് സെക്ഷൻ ഉണ്ട്, കോക്കസ് എന്നാണ് നമ്മൾ അതിനെ പറയാം. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഇവർ അറിയാൻ പാടാത്ത ഇഷ്യൂസ് ആണെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത ഇഷ്യൂസ് ആണെങ്കിൽ നിങ്ങളത് അറിയില്ല. ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ എനിക്ക് കോടതിയിൽ ഒരു തരത്തിൽ എവിഡൻസ് കൊടുക്കാനോ അത്തരത്തിലുള്ള ഒരു ഇതുമില്ല. അതെന്റെ പ്രിവിലേജ് ആണ്. ആസ് എ മീഡിയേറ്റർ എന്റെ പ്രിവിലേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോക്കസ് ടൈമിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രൈവറ്റ് ആയ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. പൂർണ്ണമായും എന്നോട് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ആൻഡ് മീഡിയേഷനിൽ സർട്ടൻ ഗ്രൗണ്ട് റൂൾസ് ഉണ്ട്. ഒന്നാമത് ഇവിടെ ഈക്വൽ സ്പേസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടും. നിങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്നാൽ കൂടി നിങ്ങൾ പരസ്പരം റെസ്പെക്ട് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചാൻസ് കിട്ടുമ്പോൾ മാത്രം നിങ്ങൾ സംസാരിക്കുക. ഒരാളുടെ അവസരത്തിൽ മറ്റൊരാൾ കൈയടത്തരുത്. കാരണം കണ്ടിന്യൂഷൻ നമുക്ക് നഷ്ടപ്പെടും. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ പറയേണ്ട ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് പറയാം. പിന്നെ അവസാനം ഇതിൽ ലീഗൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് അത് അവസാനം നമ്മൾ ഒരു അവാർഡ് എന്ന തരത്തിൽ നിങ്ങൾ രണ്ടാളും സൈൻ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സെറ്റിൽമെന്റിലോട്ട് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അവാർഡ് എന്ന തരത്തിൽ നിങ്ങളോട്ട് അത് എത്തിച്ചേരുകയാണ് ചെയ്യാം ഇവിടെ എടുക്കുന്ന ഡിസിഷൻസ്. ആൻഡ് നിങ്ങൾക്ക് ആർക്കാണ് ആദ്യം സംസാരിക്കേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. റോഷ്നി, സർ, ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ പറഞ്ഞത് ബോഡി ലാംഗ്വേജ് കാണാൻ വേണ്ടിയിട്ടാണ്. അത് പോട്ടെ, പക്ഷെ ശബ്ദത്തിൽ നിന്ന് തന്നെ ആ ആറ്റിറ്റ്യൂഡ് ഞങ്ങൾക്ക് മനസ്സിലായി. അതായത് നമ്മള് ആണ്ടെന്തോ പറഞ്ഞാലും അവരെ മുഖത്ത് നോക്കിയിട്ട് സാവകാശം പറയുന്ന ഒരു കാര്യമാണ്. എന്തോ പറഞ്ഞവരെ അങ്ങോട്ട് പറഞ്ഞു അവസാനിപ്പിച്ച്. അതായത് മീഡിയേഷൻ വളരെ പ്രോസസ്സാന്ന് പറയുമ്പോൾ അതിന്റെ പറഞ്ഞു കൊടുക്കണം അവർക്ക് ആണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു മധ്യവർത്തി മാത്രമാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങളാണ് തീരുമാനം എടുക്കുന്നത്. നിങ്ങൾക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കേട്ടുകൊണ്ട് ഞാൻ എൻ്റെതായ തീരുമാനം ഞാൻ സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലാതിരിക്കാം. അതായത് ഇവിടെ നിങ്ങളാ തീരുമാനം എടുക്കണം. ഞാൻ തന്നെ പറയാം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഈ രീതിയിലല്ല പറയേണ്ടത്. ഒന്ന് സൗമ്യമായി ആ പ്രോസസ് ഏറ്റവും നല്ലതിലോട്ട് കൊടുക്കണം. ഇത് എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ റോഷ്നിയുടെ ഭാഗത്ത് എന്തെന്നുള്ളത് എന്നെ സംബന്ധിച്ച് നിങ്ങളെ തീരുമാനം എടുക്കണം. നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഞാൻ പറയും, ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ എടുക്കാം. ആ രീതിയിൽ അങ്ങോട്ട് പോകരുത്. അവരെ കൊണ്ട് പറഞ്ഞ് അവസാനം നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ എൻ്റെ റോൾ ഇതാണ് എന്നുള്ള രീതിയിലാണ് പറയേണ്ടത്. മനസ്സിലായോ? പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തോണ്ടായിരിക്കാം ഈ സ്പീഡ് വന്നത്. എനിക്ക് പൊതുവെ സ്പീഡ് ഉണ്ട് ആണല്ലേ? പക്ഷെ നമ്മള് സ്പീഡ് കുഴപ്പമില്ല. പക്ഷെ ആളെ മുഖത്ത് നോക്കുമ്പോ ഈ സ്പീഡ് നമുക്ക് കുഴപ്പമില്ലാതെ ആളില്ലാതെ വരുമ്പോ കുറച്ചും കൂടി സ്പീഡ് കൂടും. പിന്നെ പറയേണ്ടതാണ്, ഈ പ്രോസസ് വളണ്ടറി ആണ്. വളണ്ടറി എന്ന് വെച്ചാല് ഇവിടെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചർച്ച ചെയ്ത് നിങ്ങൾ തന്നെ തീരുമാനം എടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻസ്. ആ രീതിയിൽ തന്നെ പറയണം. പറയണം ഡിസിഷൻ നിങ്ങളാണ് എടുക്കുന്നത്. എന്റെ ഭാഗത്ത് യാതൊരു കമ്പൻഷൻ ഇല്ല. എന്തെങ്കിലും തീരുമാനം എടുക്കാൻ ഞാൻ നിർബന്ധിക്കുകയുമില്ല. നിങ്ങൾക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ അപ്പോൾ മാത്രം നിങ്ങൾ പറഞ്ഞത് കേട്ട അനുസരിച്ച് അതിന്റെ അടിസ്ഥാനത്തിലുള്ള സജഷൻസ് ഞാൻ വെക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ സ്വീകരിക്കാമെന്ന് യാതൊരു നിർബന്ധമില്ല. അങ്ങനെ എനിക്ക് നിർബന്ധിച്ച് നിങ്ങളെ സ്വീകരിപ്പിക്കാനും പാടില്ല. ആ രീതിയിലാണ് ആ ഭാഗം പറയേണ്ടത് കേട്ടോ. ബാക്കിയൊക്കെ കവർ ചെയ്തിട്ട് ഓക്കെ. പിന്നെ നിങ്ങൾക്കൊക്കെ പറ്റുമെങ്കിൽ സീക്രസിയും കോൺഫിഡൻഷ്യാലിറ്റിയും കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്.
കാരണം തിരിച്ചു കക്ഷി വയ്ക്കുക, മാഡം അല്ല പറഞ്ഞത് ഇവിടെ പറഞ്ഞൊന്നും അവിടെ പറയില്ല, എന്നിട്ട് പിന്നെ കോടതിയിൽ പോയി മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലാന്ന് അറിയാം. അതായത് ക്രൈമോ ഒഫൻസോ മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വരുമല്ലോ, അത് എക്സെപ്ഷൻസ് പറ്റുമെങ്കിൽ പറയണം. ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ചതിവോ ക്രിമിനൽ ആയ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ മാത്രം ഞാൻ കോടതിയിൽ അത് പറയും. അതല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കണം നല്ലതാണ്. ചില കാര്യത്തിൽ സീക്രസി വയലേഷൻ ഉണ്ടാവുന്നത് അപ്പോഴാണ്. നോർമലി ഇവിടെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വിളിപ്പിക്കാനോ ഇവിടെ നടന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ തെളിവിനോട് വിട്ട് കഴിഞ്ഞാൽ അതിനോട് ഒരുമിച്ച കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞു ആ രീതിയിലൊന്ന് പറഞ്ഞാൽ മതി. നോർമലി നിങ്ങളുടെ കേസിനെ കുറിച്ച് ഇവിടെ എന്താണെന്നുള്ള ചോദിക്കാൻ നോർമൽ കേസിൽ വിളിക്കില്ല, വിളിച്ചാലും പോണ്ട. പക്ഷേ എന്തെങ്കിലും ക്രിമിനൽ കാര്യങ്ങളോ ഒഫൻസുകളോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ വിളിച്ചാൽ പറയേണ്ടി വരും എന്നുള്ളതിലേക്ക് പറഞ്ഞാൽ കേട്ടോ. സീക്രസി അങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, എക്സെപ്ഷൻസ് ഉണ്ട്. നോർമലി ഇതാണ് പറ്റ ചില സാഹചര്യങ്ങൾ ഞങ്ങൾ പോയി പറയേണ്ടി വരും. അത് ഇവിടെ ഈ കാര്യങ്ങളായിരിക്കില്ല. എന്തെങ്കിലും ഒഫൻസുകൾ ഇവിടെ നടക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ സപ്രസ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും നേടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ രീതിയിലൊന്ന് സൂചിപ്പിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നാളെ വെക്കും കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ മമത സിമ്പതി ഇല്ല എന്ന് പറയില്ല, അതുമ്പോ ഒന്ന് പറയാ ഇങ്ങനെയാണ് സംഗതി, എനിക്ക് ആരോടെങ്കിലും നിങ്ങളോട് സ്പെഷ്യൽ താല്പര്യമില്ല എന്നുള്ള രീതി പറഞ്ഞു. എനിക്ക് ഇതിൽ നിങ്ങൾ എന്തായാലും എന്ത് എനിക്ക് ഇതിലൊന്നും വലിയ കാര്യമുള്ള കാര്യമില്ല എന്നുള്ള രീതിയിൽ പറയരുത്, മനസ്സിലായ? പറയുന്ന ലാംഗ്വേജ് ഒരു രീതിയിൽ പറയണം കേട്ടോ. സ്പീഡി പറഞ്ഞോണ്ടായിരിക്കണം പറയാൻ. നിങ്ങൾ രണ്ടാളോട് തുല്യമാണ്. ഇതിലെനിക്ക് സ്പെഷ്യൽ താല്പര്യമില്ല എന്നല്ല പറഞ്ഞത്, ഇതിലെനിക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല. സെറ്റിൽ ആയാലും ഇല്ലെങ്കിലും എനിക്കതിന് സ്പെഷ്യൽ ബെനിഫിറ്റും ഇല്ല. ആ രീതിയിലാണ് അവര് പറയേണ്ടത്. കാരണം നിങ്ങൾ ന്യൂട്രലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ഇവർക്കൊരു ഇതിൽ താല്പര്യം പിന്നെ ഞങ്ങൾ ഇതിന് ഇവിടെ ഇരുന്ന് ഞങ്ങൾ പുറത്തുനിന്ന് സംസാരിച്ചാൽ പറയുന്നില്ലേ ഒരു ഔട്ട്കമ്മിൽ എനിക്ക് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം എന്ത് തന്നെയായാലും നിങ്ങളുടെ നന്മയ്ക്കുള്ള ഔട്ട്കം ഇവിടെ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും മാത്രമല്ലേ നന്മയാവുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. എൻ്റെതായ യാതൊരു ബെനിഫിറ്റിനുള്ളൊരു കാര്യങ്ങളോട് നടക്കുന്നില്ല എന്നുള്ള മീനിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതല്ലാതെ അവരെ മറ്റ് പ്രൊസീജിയറിലും പ്രോസസ്സിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് അത് ഭംഗിയായി നടക്കണമെന്ന്, അതല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനും എടുക്കാനുള്ള നോക്കില്ല. അപ്പൊ പറയുമ്പോൾ ആ രീതിയിൽ നമ്മൾ അതിന്റെ സെൻസ് കൂടി മനസ്സിലാക്കുക. ഈ കാര്യങ്ങൾ പറയുമ്പോൾ എന്തിനു വേണ്ടി പറയുന്നു എന്നും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ലാംഗ്വേജ് മാറും ഓട്ടോമാറ്റിക്കലി. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ ഓരോന്നിനും പർപ്പസ് ഉണ്ട് കേട്ടോ. നമ്മൾ വെറുതെ പറഞ്ഞ് നമ്മുടെ കൈവഴിയല്ല, നോർമലി അതിന്റെ ഉദ്ദേശത്താണ് എന്നുള്ള കാണിക്കാൻ വേണ്ടി കൂടാണ് കേട്ടോ. ഇനിയും ആൾക്കാർ റെഡി ആയിക്കൊള്ളാം കേട്ടോ. അടുത്ത ആൾക്കാർ റെഡി ആയിട്ട് മുന്നോട്ട് വരണം. ഫ്രാൻസിസിന്റെ ഓഡിയോ കണക്ടിവിറ്റി ശരിയായെങ്കിൽ ഫ്രാൻസിസ് വരണം, അല്ലെങ്കിൽ കീർത്തിക്ക്. ഫ്രാൻസിസ് ട്രൈ ചെയ്യുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ഫ്രാൻസിസ്? ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പില്. ആണോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യോ കീർത്തി, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. പ്രോബ്ലം ആണ് അത്, നമുക്കൊന്നും ചെയ്യാൻ. കണക്ടിവിറ്റി ചെറുതായിട്ടുണ്ട്, പക്ഷെ സാരില്ല സർ. കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ സർ? ക്ലിയർ ആണ്. ഓക്കെ, ശരി സർ. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ എന്താ പറഞ്ഞ മോനൻ? ജോയിൻ ചെയ്തു. കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഫ്രാൻസിന്റെ കണക്ടിവിറ്റി എങ്ങനെയാണ് നോക്കാം നമുക്ക് അതിനുശേഷം. ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ സർ. സ്റ്റാർട്ട്. So first let me start with the definition of mediation. Mediation the process aspect definition എന്ന് പറയുമ്പോൾ mediation is a process of resolving controversies in which a neutral intervener assists two or more negotiating parties to identify matters of concern, develop a better understanding of their situation, and based upon that improved understanding, develop mutually acceptable proposal to resolve those concerns. ഇപ്പൊ ഇനി അതിന്റെ ഫംഗ്ഷൻ ആസ്പെക്ട് എന്ന് പറയുകയാണെങ്കിൽ മീഡിയേഷൻ ഇസ് എ സ്ട്രക്ചേർഡ് ഫോർമൽ നെഗോഷിയേഷൻ പ്രോസസ് ഫോളോയിങ് എ സെറ്റ് ഓഫ് key principles facilitated by a neutral third party who is a mediator to assist the parties in dispute in reaching a voluntary resolution of a dispute. So this is the definition as per the functional aspect. Ini so opening statement parayate. Yes. സർ, എൻ്റെ പേര് കീർത്തി. ഞാൻ 13 വർഷത്തോളമായിട്ട് ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ ഈ മീഡിയേഷനും ചെയ്യുന്നുണ്ട്. 60 സർ കേൾക്കുന്നുണ്ടോ? എനിക്ക്
കേൾക്കുന്നുണ്ട്. ആ ഓക്കെ. വേറെ എന്തൊരു മോഹൻ സാറിന്റെ ഓഡിയോ. ഓക്കെ. കഴിഞ്ഞ 7 വർഷമായിട്ട് മീഡിയേഷനും ചെയ്യുന്നുണ്ട്. 10-60 കേസുകൾ ഞാൻ മീഡിയേഷനിലൂടെ സോൾവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ LLM ആർബിട്രേഷൻ ആൻഡ് മീഡിയേഷൻ ആണ്. നിങ്ങൾക്ക് മീഡിയേഷനെ കുറിച്ച് വലിയൊരു പരിചയം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ആമുഖമായിട്ട് ഞാൻ മീഡിയേഷൻ എന്താണെന്ന് പറഞ്ഞു തരാം. മീഡിയേഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു വോളണ്ടറി പ്രോസസ്സാണ്. ഇവിടെ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. അതിനുള്ള സൊല്യൂഷനും നിങ്ങൾ തന്നെയാണ് കണ്ടെത്തുന്നത്. ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നിങ്ങൾ ആരെയും ഫോഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് അവിടെ ഉണ്ടാവുകയില്ല. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ ഞാൻ എഴുതി അത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത് അവസാനം അതൊരു എഗ്രിമെന്റിലേക്ക് എത്തും. ഇപ്പോൾ ഞാൻ മീഡിയേഷന്റെ ചില ഗ്രൗണ്ട് റൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് റൂളായിട്ടല്ല, പക്ഷെ അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മീഡിയേഷൻ പ്രോസസ്സ് ഒന്നുകൂടെ എളുപ്പമാക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് അയാൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ, ഇടയ്ക്ക് കയറി ഇന്റർഫിയർ ചെയ്യേണ്ട, അത് അതർ പാർട്ടി ഇന്റർഫിയർ ചെയ്യേണ്ട. കാരണം എന്താന്ന് വെച്ചാൽ ആ പറയുന്ന ആളുടെ ഫ്ലോ പോവും. പിന്നെ ഞാൻ ഈ കേട്ടിരിക്കുന്ന ആള്, എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും പരിചയമില്ല, നിങ്ങൾ ടോട്ടലി പുതിയ ആൾക്കാരാണ് എൻ്റെ മുന്നിൽ. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ കേസ് പഠിക്കാനുള്ള എൻ്റെ ആ ഫ്ലോവും പോവും, ആ പറയുന്ന ആളുടെ ഫ്ലോവും പോവും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരാളെ പറഞ്ഞ് അയാൾ കംപ്ലീറ്റ് ചെയ്യാൻ വിടുക, എന്നിട്ട് വേറൊരാൾക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ള സമയം തരും. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ സഭ്യമായ ഭാഷ, നമ്മൾ ഒരിക്കലും എന്താ പറയുക, കഴിയുന്നതും പരസ്പരം ബഹുമാനത്തോടെ സംസാരിക്കുക, സഭ്യമായ ഭാഷ ഉപയോഗിക്കുക. പിന്നെ ഇൻഫ്ലമേറ്ററി ആയിട്ടോ അൺപാർലമെന്ററി ആയിട്ടുള്ള വേർഡ്സ് ആരും ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാ കാര്യങ്ങളും എന്നോട് ഓപ്പൺ ആയിട്ട് പറയാം. എന്നാലേ നമുക്ക് ഈ മീഡിയേഷൻ എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ ആവുകയുള്ളൂ. ഇപ്പൊ നിങ്ങൾ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണോ സ്പഷ്ടമായിട്ട് തന്നെ പറയണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ മീഡിയേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് ആക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നിങ്ങൾ ആരെയും മുൻപരിചയമില്ല, നിങ്ങൾ രണ്ടുപേരും പുതിയൊരു വ്യക്തിയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് ആരോടും ഒരു സ്പെഷ്യൽ പ്രിവിലേജോ അല്ലെങ്കിൽ സ്പെഷ്യൽ അറ്റാച്ച്മെന്റോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ മീഡിയേഷനിൽ ഞാൻ ഒരു പാർഷ്യാലിറ്റിയും കാണിക്കുന്നില്ല, എനിക്ക് ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റും ഇല്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണ്, ഇപ്പൊ ഞാൻ എൻ്റെ സംസാരത്തിലോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഇടയിലോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ മീഡിയേറ്റർ എന്നുള്ള സ്ഥാനത്തിൽ നിന്നും നിങ്ങൾക്ക് എന്നെ ഒഴിവാക്കി വേറൊരാളെ വെക്കാം. ഇനി ഈ കേസ് ഇവിടെ സോൾവ് ആവുന്നില്ല, അത് കോർട്ടിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ പോയതിനു ശേഷവും ഒരു എവിഡൻസിന്റെ പേരിൽ ഇപ്പൊ എന്നെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അനുമതി ഇല്ലാതെ നിങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ അവിടെ പറയുകയില്ല. ഇത് ഞാൻ ഉറപ്പ് തരുന്നു. പിന്നെ അതുകൂടാതെ നിങ്ങൾ പരസ്പരം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ കൂടെ വന്ന അതർ പാർട്ടിന്റെ അടുത്ത് പറയണമെങ്കിൽ നിങ്ങളുടെ അനുവാദമില്ലാതെ ഞാനത് പറയില്ല. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും മീഡിയേഷനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. എൻ്റെ പൂർണ്ണ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ മീഡിയേഷൻ ആരംഭിക്കാം അല്ലേ? അപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. സർ, ഹലോ സർ. പ്രിവിലേജും കോൺഫിഡൻഷ്യൽ സീക്രസി ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലായിരുന്നു? പ്രിവിലേജ് പറഞ്ഞിരുന്നോ? കോൺഫിഡൻഷ്യാലിറ്റി പറഞ്ഞു സർ. കോടതിയിൽ വിളിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അത് പറയുകയില്ല എന്ന് പറഞ്ഞു സർ. പറഞ്ഞല്ലേ? നന്നായി പറഞ്ഞു. ഓവറോൾ ഗുഡ് കേട്ടാ. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ സർ. ഫ്രാൻസിസ് രക്ഷയുണ്ടോ? ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. പോട്ടെ. കേൾക്കാവോ? ഫ്രാൻസിസ് ഒരു മിനിറ്റ്. കീർത്തി ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുപോയി. മീഡിയേഷനെ കുറിച്ച് പാർട്ടീസിനോട് പറയുമ്പോൾ നിങ്ങൾക്ക് മീഡിയേഷനെ കുറിച്ച് മുൻപരിചയം ഉണ്ടാവില്ല എന്ന് അറിയാമെന്നല്ല ചോദിക്കേണ്ടത്, നിങ്ങൾ മുന്നിൽ മീഡിയേഷൻ ഇരുന്നിട്ടുണ്ടോ, നിങ്ങൾ ആദ്യമായിട്ടാണോ എന്ന് ചോദിക്കുക. അങ്ങനെയാണ് ചോദിക്കേണ്ടത് കേട്ടാ. കാരണം അവർ മുന്നിൽ ഇരുന്നിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും തന്നെ. കേൾക്കുന്നുണ്ടോ കീർത്തി?
യെസ് സർ, യെസ് സർ. ആ കേട്ടോ, നിങ്ങൾക്ക് മീഡിയേഷൻ പരിചയം ഉണ്ടാവില്ല. ഞാൻ ഇപ്പൊ മീഡിയേഷനെ കുറിച്ച് പറയാം. അങ്ങനെയല്ല, നിങ്ങൾ മീഡിയേഷൻ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്, മുൻ പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണം. നമ്മളുടെ ഡിസിഷൻ എടുക്കരുത് ഒന്നിനെ കുറിച്ച്. പ്രയർ ഡിറ്റർമിനേഷൻ മീഡിയേറ്റർ, പ്രയർ ജഡ്ജ്മെന്റ് മീഡിയേറ്ററിന്റെ ഒരു സ്ഥലത്തിലും പാടില്ല, ഏത് കാര്യത്തിലായാലും. മനസ്സിലായോ? നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് കേൾക്കുമ്പോഴത്തേലും ഇയാളെ പ്രശ്നക്കാരൻ അല്ലെങ്കിൽ ഇവളെ പ്രശ്നം, അങ്ങനെയൊന്നും നമ്മളില്ല. ന്യൂട്രാലിറ്റി ഹിയറിംഗിലും വേണം, സംസാരത്തിലും വേണം. കേട്ടോ? മുൻവിധിയാണിത്. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരാ പറഞ്ഞത് ചിലപ്പോ അവർ മനസ്സിലായിരിക്കും പറയാം, അവർക്ക് പറയില്ല. അതുകൊണ്ട് അവർ ചോദിക്കാൻ മുന്നിരുന്നിട്ടുണ്ടോ ആദ്യമായിട്ടാണോ എന്ന് ചോദിക്കും. ആ രീതിയിലാണ് ചോദിക്കേണ്ടത് കേട്ടോ. ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറയുമ്പോ ഇരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവരിൽ നിന്നൊരു ആൻസർ വന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂടിയിട്ട് എന്നാലും ഞാൻ ഒന്നും കൂടി പറയാണെന്ന് പറഞ്ഞു. കാരണം പലയിടത്ത് ഇരുന്നിട്ടുണ്ടെങ്കിലും പലരും പല കാര്യങ്ങളായിരിക്കും ഫോളോ ചെയ്യുന്നത്, പല രീതികളായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾക്ക് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എടുക്കാൻ പറ്റില്ല. നമ്മുടെ രീതി ഇതാന്ന് കൺവേ ചെയ്യും വേണം. മനസ്സിലായോ? അപ്പൊ കാരണം നമ്മൾ ഇരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറയണ്ടെന്ന് വെക്കില്ല, എന്നാലും ഞാനൊന്ന് പറയാമെന്ന് പറയാൻ വേണം. കാരണം നമുക്കറിയാം പലരും മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ അവര് ഉദ്ദേശിച്ച മീഡിയേഷൻ ചിലപ്പോൾ നാട്ടുമധ്യസ്ഥയായിരിക്കാം. മനസ്സിലായോ? അപ്പൊ ആരായിരുന്നു എന്തായാലും ചോദിക്കും. ചിലപ്പോൾ ഇരുന്ന മീഡിയേറ്റർ ചിലപ്പോൾ കാര്യങ്ങൾ പ്രോപ്പറായി ചെയ്യായിരുന്ന ഒരാളായിരിക്കണം, കോർട്ട് ആൻഡ് എക്സ് മീഡിയേഷൻ ആണെങ്കിലും കൂടിയിട്ട്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ അറിയാം, മീഡിയേഷൻ റൂള് കേരളത്തിലെ മീഡിയേഷൻ റൂൾ പ്രകാരം മിനിമം 15 years വേണം കോർട്ട് ആൻഡ് എക്സ്ഡ് മീഡിയേറ്റർ ആവാൻ ഒരാളുടെ യോഗ്യത. മനസ്സിലായോ? കാരണം നിങ്ങൾ 13 വർഷത്തെ പറഞ്ഞത്. അപ്പൊ ഇത് കോർട്ട് ആൻഡ് എക്സ്ഡ് മീഡിയേഷൻ ആണോ ഇല്ലെന്ന് അറിഞ്ഞൂടെ എനിക്ക്. കോർട്ട് ആൻഡ് എക്സ്ഡ് ആണെങ്കിൽ 13 വർഷം വെച്ച് ഒരാൾ മീഡിയേറ്റർ ആവില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ക്വാളിഫിക്കേഷൻ പറയുമ്പോ 15 വർഷത്തിന് മേലെ പറയണം. അത്രയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കേണ്ടത്. പിന്നെ മീഡിയേറ്റർ ആയിട്ട് മുന്നേ ആവാം, കോർട്ട് ആൻഡ് എക്സ് ആയിട്ട് ഇത്ര വർഷമായി എന്നും പറയാം. കാരണം മീഡിയേഷൻ 15 വർഷം ആവണമെന്നില്ലല്ലോ. 10 വർഷം കഴിഞ്ഞ ട്രെയിനിങ് കഴിഞ്ഞ് പ്രൈവറ്റ് മീഡിയേഷൻ ചെയ്യാമല്ലോ. മനസ്സിലായോ? അപ്പൊ ഡിഫറൻസ് കോർട്ട് ആൻഡ് എക്സ്ഡ് ആണെങ്കിൽ നിങ്ങൾ 15 വർഷമായി കഴിഞ്ഞ് മാത്രം. അതെ, അതാണ്. പക്ഷെ ട്രെയിനിങ്ങിന് മുന്നേ ഈ കോർട്ടിന്റെ ട്രെയിനിങ്ങിന് MCPC ട്രെയിനിങ് മുന്നേ തന്നെ ഞാൻ ഇത്ര വർഷം മുന്നായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുത്ത് പറയണം. MCPCയുടെ ട്രെയിനിങ് എനിക്ക് ഇപ്പോഴേ കിട്ടിയിട്ടുള്ളൂ, ഇത്ര വർഷമാണ്. പക്ഷെ അതിക്ക് മുന്നേ തന്നെ ഇത്ര വർഷമായിട്ട് ഞാൻ മീഡിയേറ്റർ ആണ്, പ്രൈവറ്റ് മീഡിയേഷൻ ചെയ്യലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഡിസ്റ്റിംഗ്വിഷ് ചെയ്യണം. കോർട്ട് ആൻഡ് എക്സ് ആണെങ്കിൽ വെറുതെ 10 വർഷം 13 വർഷം എന്നിട്ട് അങ്ങനെ പറയരുത്. 5 വർഷം കഴിഞ്ഞിരിക്കണം. ഓക്കെ. ഫ്രാൻസിസ് തുടങ്ങാണ്. പക്ഷേ ഫ്രാൻസിസിന്റെ കണക്ടിവിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിന് ആരെങ്കിലും റെഡി ആവണം. ഒരു മിനിറ്റ്. ഇനി ആരൊക്കെ റെഡി ആയിട്ടുണ്ട്? ഇനിയും ആള് വേണം. ആര്? മെറീൻ ഉണ്ട്. ഇനി ആര്? മെറീൻ. പിന്നെ അബ്ദുൽ ലത്തീഫ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇല്ല, ഇപ്പൊ അബ്ദുൽ ലത്തീഫ്. ഓക്കെ, അബ്ദുൽ ലത്തീഫ്. ഇനി ആരുണ്ട്? നമുക്ക് ഇനിയും വേണം. ഇനി ആരുണ്ട്? 19 ആളുകൾ. ഞാൻ തന്നെ നോക്കാം. ശാന്തി റെഡി ആണോ? ശാന്തി എസ് മേനോൻ ആരാ? ഞാൻ ശാന്തിയാ. ശാന്തി ബുധനാഴ്ച പറയാം. ബുധൻ, മറ്റന്നാള്. രോഷിനി കഴിഞ്ഞു. വിശാഖ പറഞ്ഞതാണോ? വിശാഖ പറഞ്ഞാണോ? വിശാഖ കോട്ടെ. മോനൻ. അർച്ചന പറഞ്ഞാണോ? അർച്ചന അൺമ്യൂട്ട് ചെയ്യൂ, പറയൂ. കേൾക്കുന്നില്ലേ? നന്ദിത ആരും ഇല്ലേ? ഇതൊക്കെ ഓൺ ചെയ്തിട്ട് പോയതാണോ? മെറി വന്നു. സിസിലി എന്താ? സിസിലി ഉണ്ടോ? സിസിലി കേൾക്കുന്നില്ല.
സിസിലി ഉണ്ടോ? സിസിലി ഉണ്ടായിരുന്നു. എല്ലാവരും ഇത് ഓൺ ചെയ്ത് പോയതാണോ എന്നൊരു സംശയം എനിക്ക്. അമൽ സുധാകർ, അമൽ, സിമ്മി ജോസഫ്, അമലുണ്ട് സർ. അമൽ റെഡിയാണോ? അമലുണ്ട്. ഹലോ റെഡിയാണോ സാർ? ഞങ്ങളുടെ പറഞ്ഞത് 17-ാം തീയതിയിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അല്ല, ഇത് റോൾ പ്ലേ അല്ലേ വെച്ചത്? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് പറയാം. സാർ ഇപ്പൊ റെഡി അല്ല, പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. സിമ്മി റെഡിയാണോ? ഓക്കെ ഓക്കെ. അബ്ദുൽ ലത്തീഫ് ഉണ്ട്, കീർത്തി കഴിഞ്ഞു. സജിനാഷ് മീഡിയേറ്റർ ആയിരുന്നു തോന്നുന്നു അല്ലേ? സജിനാഷ് ആയിരുന്നു. ആ പോട്ടെ, അപ്പൊ പിന്നെ അതിലങ്ങോട്ട് പോയി. രേവതി ഹീറോ, രേവതി അവര് പറഞ്ഞു. രേവതിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ സാർ? ഓക്കെ ഓക്കെ. ഐശ്വര്യ പറഞ്ഞാണോ? സാന്ദ്ര എന്ത് പറയുന്നു? കഴിഞ്ഞാണോ? സാന്ദ്ര സുരേഷ് പറഞ്ഞാണ്, അതും പറഞ്ഞാ കഴിഞ്ഞാണോ സാന്ദ്ര? സ്റ്റെല്ല ആഷ്ന. ശരി ഓക്കെ. ആഷ്ന സാർ നെക്സ്റ്റ് ക്ലാസ്സിൽ പോരെ? ഓക്കെ ഓക്കെ. കാവ്യ. ഓക്കെ കാവ്യ. സാർ ഞാൻ പറഞ്ഞതോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതോ? ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ഇന്നത്തെ ഇത്ര. ശരി ഓക്കെ. അപ്പൊ ഇന്നത്തേല് പിന്നിപ്പോ മെറിൻ അബ്ദുൽ ലത്തീഫ് ഉള്ളോ? പിന്നെ ഫ്രാൻസിസിന്റെ റേഞ്ച് ഉണ്ടെങ്കിൽ ഫ്രാൻസിസും. ഓക്കെ. ഫ്രാൻസിസ് ചെയ്യൂ. പറഞ്ഞു. Definition പറയാം ആദ്യം. Process of definition. Mediation is a process of resolving controversies in which intervener assists two or more negotiating parties to identify matters of concern, develop a better understanding of their situation, and based upon that improved understanding, develop mutually acceptable proposal to resolve those concerns. അടുത്തത് ഫങ്ഷണൽ ആസ്പെക്ട് ഡെഫിനിഷൻ ആണ്. Mediation is a structural, formal negotiation process following a set of key principles facilitated by a neutral third party that mediates in reaching a voluntary resolution of new opening statement. Opening statement. റേഞ്ച് ഇഷ്യൂ ഉണ്ട്. കേൾക്കുന്നുണ്ടോ ഫ്രാൻസിസ്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല സാർ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാമല്ലോ. ഫങ്ഷണൽ ആസ്പെക്റ്റിന്റെ സ്ട്രക്ചേർഡ് എന്നാണ്, സ്ട്രക്ചറൽ എന്നല്ല. സ്ട്രക്ചേർഡ് എന്നാണ്, സ്ട്രക്ചറൽ എന്നല്ല. സോറി സാർ. ഓക്കെ, കറക്റ്റ് ചെയ്യും. പിന്നെ പ്രോസസ് ആസ്പെക്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? മീഡിയേഷൻ ഈസ് ഓഫ് ആണോ ഫോർ ആണോ? Mediation is a process. Mediation is a process for resolving. ഫോർ ആണോ ഓഫ് ആണോ? ഇനി അവിടുന്ന് അയച്ചെന്ന് നോക്കി കറക്റ്റ് ചെയ്തോളൂ. അതെ, ഞാൻ അയച്ചെന്നുണ്ടായി തോന്നണു. ഞാൻ വാട്സ്ആപ്പ് മീഡിയേഷൻ പ്രോസസ് ഓഫ് ആണ് കേട്ടോ. അയച്ചെന്നുണ്ടായില്ല ഞാൻ. ഞാൻ സാറിന്റെ ഓഡിയോ ക്ലാസ് ചെയ്ത് എഴുതിയെടുത്തതാണ്. മറ്റേ ഞാൻ അയച്ചെന്നുണ്ടായിരുന്നില്ലേ? ഓക്കെ സാർ, ഞാൻ തിരുത്തിക്കോളാം സാർ. അയച്ചെന്നുണ്ടായിരുന്നു. ഓക്കെ സാർ, മറ്റേത് ഗ്രൂപ്പിൽ വാട്സാപ്പിലെ തിരുത്തിക്കോളാം സാർ. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് സാർ.
ഒന്ന് നോക്കിക്കോളാം കേട്ടോ. ഗ്രൂപ്പിൽ ഇട്ടിട്ട് റിട്ടേൺ. ഓക്കെ ശരി. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. എന്റെ പേര് ഫ്രാൻസിസ് കെ വി. ഞാൻ ഹൈക്കോടതിയിൽ 25 വർഷം പ്രാക്ടീസ് ചെയ്യുന്നു. എന്റെ എല്ലാം ആർബിട്രേഷൻ മീഡിയേഷനിലാണ്. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ എല്ലാം പാസ്സായത്. വർഷമായി ഞാൻ ഈ സേവനം ചെയ്യുകയാണ്. 125-ലധികം കേസുകൾ ധാരണയിൽ എത്തിക്കാൻ ഒത്തുതീർപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. മീഡിയേഷനിൽ കക്ഷികളും തീർപ്പാക്കുന്നത് പരസ്പരം തമ്മിലാണ്. അതായത് മീഡിയേഷനിൽ നിങ്ങൾ തമ്മിലുള്ള പരാതികൾ പരിഹരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. എനിക്ക് നിങ്ങളിലെ ഏതെങ്കിലും ഒരു കക്ഷിയോട് ഏതെങ്കിലും ഒരു പാർട്ടിയുമായി പ്രത്യേക അടുപ്പമോ താല്പര്യമോ അകൽച്ചയോ ഒന്നുമില്ല. മീഡിയേറ്റർ എന്ന നിലയിൽ ഞാൻ തീർത്തും നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കും. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ തമ്മിലുള്ള ഉണ്ടായാൽ മാത്രം ഞാൻ പരിഹരിക്കുന്നതിന് സഹായിക്കുമെന്ന് കരുതുന്ന ചില നിർദ്ദേശങ്ങൾ നൽകുന്നതുമായിരിക്കും. നിങ്ങൾക്കത് സ്വീകരിക്കാനും തിരസ്കരിക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. മീഡിയേറ്റർ എന്ന നിലയിൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ രഹസ്യമായി ഞാനുമായി പങ്കുവെക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അനുവാദം കൂടാതെ നിങ്ങളിലെ മറ്റു കക്ഷികളോടോ മറ്റുള്ളവരോടോ വെളിപ്പെടുത്തുന്നതല്ല. ഇക്കാര്യത്തിൽ 100% വിശ്വസ്തത എന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്റെ നിഷ്പക്ഷതയിൽ സംശയം വന്നാൽ നിങ്ങൾക്ക് മീഡിയേറ്റർ എന്ന നിലയിൽ എന്നെ മാറ്റാവുന്നതും മറ്റൊരു മീഡിയേറ്ററുടെ സേവനം സ്വീകരിക്കാവുന്നതുമാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കോടതികളിൽ ചെന്ന് തെളിവ് നൽകും. അവരാവശ്യപ്പെട്ടാൽ പോലും എന്ന നിലയിൽ ഞാൻ ബാധ്യസ്ഥനാണ്. അത് മീഡിയേറ്ററുടെ ഒരു അവകാശ പ്രിവിലേജാണ്. മീഡിയേഷൻ നടപടികളുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാവുന്ന എന്തെങ്കിലും ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ കോടതിയിൽ തെളിവ് നൽകാൻ മീഡിയേറ്റർക്ക് ബാധ്യതയുള്ളൂ. നിങ്ങൾ ഓരോ കക്ഷികൾക്കും നിങ്ങളുടെ പരാതികളോ നിങ്ങളുടെ നിലപാടുകളോ വിശദീകരിക്കുന്നതിന് ഞാൻ മതിയായ സമയവും സൗകര്യവും നൽകുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും നിലപാടുകളുടെയും അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങളുടെ കൺസേൺസും നീഡ്സും നോട്ട് ചെയ്യാൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തുടർ ചർച്ച നടത്തും. അതാണ് നെഗോസിയേഷൻ ചർച്ച. ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ തടസ്സപ്പെടുത്തി ഇടയ്ക്ക് കയറി പറയുന്നത് ഒഴിവാക്കണം. അത് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തും. മീഡിയേഷന്റെ സുഗമമായ പുരോഗതിക്ക് വിഘാതമാകുകയും ചെയ്യും. പരസ്പര ബഹുമാനവും മാന്യതയും നമ്മുടെ സംസാരത്തിൽ പ്രതിഫലിക്കണം. സഭ്യതരമായ വാക്കുകളോ ശേഷകളോ നമ്മുടെ ഭാഗത്തു നിന്ന് യാതൊരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. മീഡിയേഷൻ തടസ്സപ്പെടാൻ അത് ഇടയാകും. നിങ്ങൾ പരസ്പരം സംസാരിച്ച് ധാരണയിലൂടെ പരാതിക്ക് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പരിഹാരം ഉണ്ടായാൽ അത് എഗ്രിമെന്റായി എല്ലാവരുടെയും ഒപ്പോടെ അത് കോടതിയിൽ സമർപ്പിച്ച് ഉത്തരവ് വാങ്ങി നൽകുന്നതാണ്. സെറ്റിൽമെന്റ് എഗ്രിമെന്റ് പാലിക്കാൻ എല്ലാ കക്ഷികളും ബാധ്യസ്ഥരാണ്. സർ, വളരെ നന്നായിട്ട് നല്ല ലാംഗ്വേജ് ആയിരുന്നു, നല്ല പ്ലീസിംഗും ആയിരുന്നു. ഈ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് പറഞ്ഞ മാത്രം ഇവിടെ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരും കേട്ട് കാണുന്ന വെക്കണോ ഫ്രാൻസിസ് പറഞ്ഞ ആ രീതി മനസ്സിലായ? ഒരു കമാൻഡ് അല്ല, ഓർഡർ അല്ല, എന്ന് വെച്ചാൽ റിക്വസ്റ്റിന്റെ ഭാവമുണ്ട്. പക്ഷെ അതുണ്ടെങ്കിലേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് കാര്യം കൂടി ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നു കേട്ടോ. അത് കോൺട്രാക്ട് നമ്മളൊരു പാർട്ടിയുടെ ഒരു പാർട്ടിയുടെ മീഡിയേഷനിൽ ഇരിക്കുമ്പോൾ അത് കോർട്ടനെക്സ്ഡ് ആണോ പ്രൈവറ്റ് ആണോ എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നമ്മൾ രണ്ടും കൂടി പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനിപ്പോ ഒരു കോർട്ടനെക്സ്ഡ് എഗ്രിമെന്റിന്റെ ധാരണയിലാണ് ഞാനിപ്പോ സംസാരിച്ചത്. അതെ, അന്ന് കോട്ടനെക്സർ ആണെങ്കിലും ആ രീതിയിലൊന്നും പറയണ്ടായിരുന്നു. കോട്ടനെക്സർ ആണെങ്കിൽ ആ എഗ്രിമെന്റ് നിങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നതിലുപരി ആ എഗ്രിമെന്റ് കോടതിയിൽ പോയി കോടതി അതൊരു വിധിയാക്കുന്നതും ആ വിധി നിങ്ങൾക്ക് നടത്തിച്ചെടുക്കാവുന്നതുമാണ് എന്നുള്ള രീതി. അത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഏവർക്കും സ്വീകാര്യമായ ഒരു പരിഹാരം ഉണ്ടായാൽ അത് എഗ്രിമെന്റ് ആക്കി എല്ലാവരുടെയും ഒപ്പോടെ അത് കോടതിയിൽ സമർപ്പിച്ച് ഉത്തരവ് വാങ്ങി നൽകുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്.
ആണോ? അത് നിങ്ങൾ പാലിക്കേണ്ടതാണെന്ന് അങ്ങോട്ട് പറഞ്ഞ മാതിരി കേട്ട മാതിരി തോന്നി എനിക്ക്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പിന്നെ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് പാലിക്കാൻ എല്ലാ കക്ഷികളും ബാധ്യസ്ഥരാണ് എന്നിട്ട് പിന്നീടാണ് പറഞ്ഞത്. ആദ്യം കോടതിയിൽ കൊടുത്ത് ഉത്തരവ് വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞു. രണ്ടാമതാണ് പറഞ്ഞത് സെറ്റിൽമെന്റ് എഗ്രിമെന്റ് പാലിക്കാൻ എല്ലാ കക്ഷികൾക്കും ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞു. കാരണം കോടതി പോയി ഉത്തരവ് പോയി പിന്നെ സെറ്റിൽമെന്റ് അതിന്റെ രൂപം മാറില്ല ഫ്രാൻസിസ്. പിന്നെ അത് ആദ്യം പറയേണ്ടതായിരുന്നു. ആദ്യം സെറ്റിൽമെന്റ് പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം ആദ്യം പറയേണ്ടതായിരുന്നു. പിന്നീടായിരുന്നു കോടതിയിൽ പോണ അവർ പറയേണ്ടിരുന്നത്. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ സാറ് പറഞ്ഞ അതേ വാക്കുകളാണ് എഴുതിയെടുത്തത്. ഇതിനു മുമ്പുള്ള സാറ് തന്നെ പരാമർശിച്ച കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചതാണ്. അത് കോട്ടനെക്സഡ് ആയിരുന്നു. അല്ല, മറ്റേ പ്രൈവറ്റ് ആയിരുന്നു. അത് കോട്ടനെക്സഡ് അല്ല, പ്രൈവറ്റ് ആയിരുന്നു. അത് ഒരു ഫേമിന്റെ ആയിരുന്നു, 2 ലോയേഴ്സ് തമ്മിലുള്ളതായിരുന്നു. അത് മനസ്സിലായ? മനസ്സിലായി? അതാണ് സിറ്റുവേഷൻ. അത് കോട്ടനെക്സഡ് ആയിരുന്നില്ല. കോട്ടനെക്സഡ് ആകുമ്പോ എങ്ങനെ എഗ്രി ഒപ്പിടും, അത് പിന്നെ കോടതി പോയി വിധിയാവുന്നതാണ്. വിധി രണ്ടുകൂട്ടരും മാനിക്കാം, ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടാ. സെറ്റിൽമെന്റ് പകരം വിധി എന്ന് പറഞ്ഞാൽ മതി അത് കേട്ടാ. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റിങ്ഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും. എഗ്രിമെന്റ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ഫോറത്തിലായിരിക്കും, ഏത് നേച്ചർ ഓഫ് മീഡിയേഷൻ ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ രണ്ടും കൂടി പറഞ്ഞിരിക്കും. കോട്ടനെക്സഡ് ആണെങ്കിൽ ഇങ്ങനെയാണ്, അല്ല ഇത് പ്രൈവറ്റ് മീഡിയേഷൻ ആണെങ്കിൽ അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം നിങ്ങൾ. കാരണം എങ്കിലല്ലേ എനിക്ക് ഇത് രണ്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനിക്ക് അസസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പ്രൈവറ്റ് ആണെങ്കിൽ അതിന് വേറെ രീതിയിലല്ല എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പൊ പറയുമ്പോൾ രണ്ടും കൂടി പറഞ്ഞോളണം കേട്ടോ. ഇവിടേക്ക് നമുക്ക് വേണ്ടിയിട്ട് മറ്റേ സിറ്റുവേഷൻ ആണെങ്കിൽ ആ കൺസേൺ സിറ്റുവേഷന് വേണ്ട രീതിയിലായിരിക്കണം പറയേണ്ടത്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ഗുഡ്. അപ്പോ ഫ്രാൻസിസിന് വലിയ കണക്ടിവിറ്റി ഇഷ്യൂ ഇല്ലാതെ ദൈവം തുണച്ചു. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, മെറിൻ. താങ്ക് യു സാർ. മെറിൻ കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ടോ? ഇതുവരെ കുഴപ്പം തോന്നിയിട്ടില്ല. ക്ലിയർ അല്ലേ? അതാണ് ശബ്ദം വരാൻ ഇത്തിരി ടൈം എടുക്കും, അതുകൊണ്ടാ കണക്ടിവിറ്റി ഉണ്ടോന്ന് വെച്ചത്. മെറി സ്റ്റാർട്ട് ചെയ്തോ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ എന്നുള്ള ചോദ്യം ക്ലിയർ ആയിരുന്നു, ബാക്കിയുള്ളതും ക്ലിയർ ആയിരുന്നില്ല. പ്രോബ്ലം ഉണ്ട്, മെറിന് പ്രോബ്ലം ഉണ്ട്. ആ പൊസിഷൻ ഒന്ന് മാറി, സ്ഥലം ഒന്ന് മാറി നോക്കൂ. മെറിൻ ഓക്കെ ആകുമ്പോ വിളിക്കുക. അതുവരെ അബ്ദുൽ ലത്തീഫ് തുടങ്ങട്ടെ. അബ്ദുൽ ലത്തീഫ് ഇല്ലേ? തുടങ്ങി. ഫസ്റ്റ് ഡെഫിനിഷൻ പറയും. Mediation is a process for resolving controversies in which a neutral intervener assists 2 or more negotiating parties to identify matters of concern, develop a better understanding of their situation, and based upon that improved understanding, develop mutually acceptable proposal to resolve those concerns. And a functioning aspect. Mediation is a structured formal negotiation process following a set of key principles facilitated by a neutral third-party mediator to assist the parties in dispute in reaching a voluntary resolution of a dispute. Okay. ഞാൻ അബ്ദുൽ ലത്തീഫ് 25 വർഷമായി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാണ്. അതിനു മുമ്പ് ഫാമിലി കോർട്ടിലും പ്രാക്ടീസ് ചെയ്തിരുന്നു. 15 വർഷമായി മീഡിയേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ ക്വാളിഫിക്കേഷൻ LLB കഴിഞ്ഞതിന് ശേഷം ഞാൻ LLM സ്പെഷ്യലൈസ് ചെയ്തത് ആർബിട്രേഷനിലാണ്. പിന്നെ എന്നെ നിങ്ങളെ മീഡിയേറ്ററായി തിരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ട്. ഞാൻ ഈ മീഡിയേഷൻ എന്ന് പറയുന്നത് ഒരു വോളണ്ടറി പ്രോസസ്സാണ്. ഇതിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അവതരിപ്പിച്ച് അത് ശരിയായ നിങ്ങൾ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണെങ്കിൽ അത് കണ്ടെത്തുന്നതിന് സഹായകരമായ ഒരു നിലപാട് ഞാൻ സ്വീകരിക്കുന്നതാണ്. ഇനി കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് മനസ്സിലാക്കി ഒരു സജഷൻ ഞാൻ വെക്കും. അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. ഞാൻ ഈ മീഡിയേഷൻ പ്രോസസ്സിൽ ഒരു ന്യൂട്രലായ നിലപാടാണ് സ്വീകരിക്കുക. എനിക്ക് നിങ്ങളോട്
രണ്ട് പാർട്ടിയോടും പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. ഈ പാർട്ടികളെ തന്നെ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്ന് പറഞ്ഞ് സംസാരിക്കാവുന്നതാണ്. ഈ മീഡിയേഷൻ പ്രോസസ്സ് നടത്തുന്നതിന് ചില സുഗമമായ നടത്തിപ്പിന് നാം ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അത് ഇതിന്റെ സുഗമമായ നടത്തിപ്പിന് വളരെ സഹായകമായിരിക്കും. ഇത് ഒരു പരസ്പര ഓരോരുത്തർക്കും പറയാനുള്ളത് അവസരം അവർ ഉപയോഗിക്കുക. അതിനുശേഷം മറ്റുള്ളവർ മറ്റേ പാർട്ടി അവസരം തരാണ്, അപ്പോൾ അവർ അത് ഉപയോഗിക്കുക. ഇത് ഒരു ക്രോസിങ്ങിനും മറ്റതിനും ഉപയോഗിക്കാനുള്ള വേദിയല്ല. ഇത് പരസ്പരം അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം അവർക്ക് മറ്റുള്ളവർക്ക് പറയാനുള്ള അവസരം തരുന്നതാണ്. ആ സമയത്ത് അവരതിന് മറുപടി ചെയ്യുക. ഇതിന്റെ ഇടയ്ക്ക് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അതിന് ക്വസ്റ്റ്യൻ ചെയ്യരുത്, ഇന്റർഫിയറൻസ് ഉണ്ടാകാൻ പാടില്ല. ഈ മീഡിയേഷനിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പുലർത്തേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ സഭ്യമായ ഭാഷ ഉപയോഗിക്കണം, അൺപാർലമെന്ററി ആയ വേർഡുകൾ ഉപയോഗിക്കരുത്, വളരെ സമചിത്തതയോടുകൂടി വളരെ വികാരഭരിതരായി ഒന്നും സംസാരിക്കേണ്ടതില്ല. പിന്നെ ഇത്തരം കാര്യങ്ങൾ, പിന്നെ സംസാരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സ്വകാര്യത്തിൽ എന്നോട് സംസാരിക്കണമെങ്കിൽ അത് സംസാരിക്കാവുന്നതാണ്. ആ സംസാരിക്കുന്ന കാര്യം ഞാൻ മറു പാർട്ടിയോട് നിങ്ങളുടെ സമ്മതമില്ലാതെ വ്യക്തമാക്കുന്നതല്ല. അത് ആ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്നതാണെന്ന് ഞാൻ 100% ഉറപ്പ് തരുന്നു. ഇവിടെ നടക്കുന്ന ഒരു സംഗതിയും പുറത്തുനിന്നല്ലാനുള്ള ഒരു കോൺഫിഡൻഷ്യാലിറ്റി എപ്പോഴും കീപ്പ് ചെയ്യുന്നതാണ്. ഇനി ഈ പ്രശ്നത്തിൽ ഞാൻ 100% നിഷ്പക്ഷനാണ്. എന്റെ നിഷ്പക്ഷതയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം, ഏതെങ്കിലും അവസരത്തിൽ സംശയം തോന്നുകയാണെങ്കിൽ പിന്നീട് ഞാൻ ഈ മീഡിയേഷനായിട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. അന്നേരം നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാവുന്നതും അത് എന്നെ ഒഴിവാക്കുക എന്നുള്ളത് നിങ്ങളുടെ പ്രിവിലേജുമാണ്. ഈ മീഡിയേഷനിൽ സംബന്ധിച്ചമായ എന്തെങ്കിലും കാര്യങ്ങൾ കോടതിയിലോ മറ്റോ ബോധിപ്പിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളത് മീഡിയേറ്ററുടെ ഒരു അവകാശമാണ്. എന്തെങ്കിലും ഫ്രോഡോ മറ്റു തരം ക്രിമിനൽ ഒഫൻസോ മറ്റോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ കോടതിയിൽ തെളിവ് നൽകുന്നതാണ്. പിന്നെ മീഡിയേഷനിൽ വേറെ ഈ ന്യൂട്രാലിറ്റി എപ്പോഴും കീപ്പ് ചെയ്യുന്നതാണ്. പിന്നെ എങ്ങനെ ഒരു സെറ്റിൽമെന്റ് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് ഒരു അവാർഡായിട്ട് സമർപ്പിക്കുന്നതാണ്. ഇത്രയും. ഓക്കെ സർ. സെറ്റിൽമെന്റ് അവാർഡായിട്ട് നമ്മൾ ഡയറക്റ്റ് കൊടുക്കല്ല, അതിന് പ്രോസസ്സ് വേറെയാണ്. അതിനെന്താണ് വേണ്ടത്? ഒന്നില്ലെങ്കിൽ പാർട്ടീസിന്റെ അനുമതിയോടെ അത് അദാലത്തിൽ വെക്കണം, അതല്ലെങ്കിൽ പാർട്ടീസ് മീഡിയേറ്റർ തന്നെ കൺസിലേറ്റർ ആക്കാനോ അല്ലെങ്കിൽ ഒരു ആർബിറ്റർ ആക്കാനുള്ള തീരുമാനം എടുത്ത് ആ തീരുമാനം അറിയിച്ചതിന് ശേഷം മാത്രമേ അത് അവാർഡ് ആവുള്ളൂ. അല്ലെങ്കിൽ സെറ്റിൽമെന്റ് അഗ്രിമെന്റ് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. പ്രൈവറ്റ് മീഡിയേഷനിൽ അത് കോർട്ട് ആൻഡ് എക്സൽ മീഡിയേഷൻ ആണെങ്കിൽ ആ സെറ്റിൽമെന്റ് അഗ്രിമെന്റ് കോടതിയിലോട്ട് വിട്ട് കോടതി അത് വിധിയാക്കുകയാണ് ചെയ്യുന്നത്. ജഡ്ജ്മെന്റ് ഡിഗ്രി ആവും. ഇതാണ് അതിന്റെ രൂപമാറ്റം സംഭവിക്കുന്നത്. മറ്റ് ജസ്റ്റ് സെറ്റിൽമെന്റ് എഗ്രിമെന്റ് മാത്രമാവുന്നുള്ളൂ, അത് എൻഫോഴ്സ് ചെയ്യാനേ പറ്റൂ. അത് ജസ്റ്റ് ഒരു എഗ്രിമെന്റ് എൻഫോഴ്സ് ചെയ്യാനുള്ള പ്രോസസ് നടക്കുള്ളൂ, അതൊരു വിധിയായിട്ട് എടുക്കാൻ പറ്റില്ല. ആ വിധി ആവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ കൺസിലേഷൻ ആർബിട്രേറ്റർ അല്ലെങ്കിൽ അദാലത്തിന്റെ അവാർഡാക്കി മാറ്റണം, അതല്ലെങ്കിൽ കോടതി കൊടുത്ത് ജഡ്ജ്മെന്റോ ഡിഗ്രി ആക്കണം. എങ്കിൽ മാത്രമേ ഡയറക്റ്റ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതാണ് ആ ഡിഫറൻസ്. മനസ്സിലായോ? അതല്ലെങ്കിൽ ജസ്റ്റ് എഗ്രിമെന്റ് ആവുന്നുള്ളൂ, സാധാരണ ഒരു എഗ്രിമെന്റ്. അതൊരു ഇങ്ങനെ കാര്യം ഉണ്ടായി എന്നുള്ള ഒരു തെളിവിന് കോടതിയിൽ ഹാജരാക്കി പിന്നെ അതിന്റെ ബേസിൽ കോടതി വല്ല വിധി വാങ്ങേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ആണെങ്കിൽ. അതല്ലെങ്കിൽ അത് കൊടുത്ത് അവാർഡാക്കി മാറ്റി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യാൻ മതി. അതാണ് അതിന്റെ ഡിഫറൻസ്. അപ്പൊ ആ ഡിഫറൻസ് ആണ് പറയേണ്ടത്. പിന്നെ ഫ്രാൻസിസ്, ഞാനത് നോക്കി പ്രോസസ് 4 തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. ഫ്രാൻസിസ് പറഞ്ഞ കേൾക്കുന്നില്ല. പ്രോസസ് 4 തന്നെയാണ് മാറ്റേണ്ടത് കേട്ടോ. ഫ്രാൻസിസ് ചേട്ടൻ ലെഫ്റ്റ് ആയി പോയി. അല്ല, ആര് സംസാരിക്കുന്നവരുണ്ട്? മോനാണ് സംസാരിക്കണേ? വേറെ കുഴപ്പമില്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലേ? വേറെ ഒന്നുമില്ല, കുഴപ്പമില്ല കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ. മെറിൻ ശരിയായോ? സർ ഇപ്പൊ ക്ലിയർ അല്ലേ? ഇപ്പൊ വളരെ ക്ലിയർ ആണ്. ഇപ്പൊ എങ്ങനെ റേഞ്ച് വന്നോ? മൊബൈൽ മാറ്റിയോ? അതാ, ഇരിക്കേണ്ട അവിടുത്തെ ഇരുന്നില്ലെങ്കിൽ അങ്ങനെയാണ് സംഗതി.
Okay, sir. ഓക്കെ, തുടങ്ങിക്കോ. Okay. A very good morning to all. Mediation is a process for resolving controversies in which a neutral intervener assists two or more negotiating parties to identify matters of concern, develop a better understanding of their situation, and based upon that improved understanding, develop mutually acceptable proposal to resolve those concerns. ഇനി ഫങ്ഷണൽ ആസ്പെക്ട് ആണ്. മീഡിയേഷൻ ഈസ് എ സ്ട്രക്ചർഡ് ഫോർമൽ നെഗോഷിയേഷൻ പ്രോസസ് ഫോളോയിങ് എ സെറ്റ് ഓഫ് കീ പ്രിൻസിപ്പിൾസ് facilitated by a neutral third party to assist the parties in dispute in reaching a voluntary resolution of a dispute. അപ്പോ നമ്മള് മീഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോ ഇവിടെ എന്റെ റോൾ എന്ന് പറയുന്നത് അതിന് മുന്നേ പരിചയപ്പെടാം. എന്റെ പേര് മെറിൻ. ഞാൻ മീഡിയേറ്റർ ആയിട്ട് ഒരു 10 വർഷമായി വർക്ക് ചെയ്യുന്നു. ഞാൻ ഹൈക്കോർട്ടിൽ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒപ്പം എനിക്ക് ഒരുപാട് കേസസ് സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ എന്റെ LLM കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രശ്നം ഞാൻ എന്താന്ന് കേട്ടിട്ട് അതിനൊരു പരിഹാരം നിങ്ങൾ തന്നെ ആ പരിഹാരം നിങ്ങൾ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഞാൻ അതിൽ ഹെൽപ്പ് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോ ഇതൊരു വളണ്ടറി പ്രോസസ്സാണ്. അപ്പോ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് എന്നോട് പറയാ. അപ്പോ ഈ കേസിനെ കുറിച്ച് എനിക്ക് മുന്നേ ഒന്നും അറിയത്തില്ല. അപ്പൊ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറയാ, കേസിനെ കുറിച്ചും പിന്നെ നിങ്ങളെ കുറിച്ചും പറയാം. അപ്പോ മുന്നേ നിങ്ങൾ അറിയാത്തത് കൊണ്ട് എനിക്ക് നിങ്ങളോടായിട്ട് പേഴ്സണൽ ആയിട്ട് ഒരു അടുപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേസില് ഓരോ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എങ്ങാനും ഒരു സജഷൻസ് എങ്ങാനും എടുക്കാൻ സാധിച്ചില്ല, അപ്പോ ഒരു തീരുമാനത്തിൽ എത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സജഷൻസ് കുറച്ച് വെക്കും. നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ അത് തള്ളിക്കളയണമെങ്കിൽ തള്ളിക്കളയാം. അപ്പോ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ത് തന്നെയായാലും അത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് എല്ലാം തുറന്നു പറയാം. പിന്നെ ഇതിന്റെ കോൺഫിഡൻഷ്യാലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് തികച്ചും രഹസ്യമായിരിക്കും, അത് പുറത്തൊന്നും പറയില്ല. ഇപ്പോ ഞാനിപ്പോ ഇത് തീർപ്പാവുന്നില്ല, ഇത് കോർട്ടിലോട്ട് പോവാണ് കേസ്, ഞാൻ ഒരു സ്ഥലത്തും ഈ തെളിവിനായിട്ട് ഹാജരായിട്ട് വരില്ല. പക്ഷെ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. ഞാൻ എന്തെങ്കിലും ഒഫൻസോ അല്ലെങ്കിൽ ക്രൈമോ ഈ മീഡിയേഷനിലൂടെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഈ ഒരു കേസുമായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അറിയിക്കുന്നതായിരിക്കും, അത് ഞാൻ പുറത്തു പറയുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾ പറയുന്ന എല്ലാം രഹസ്യമായിരിക്കും. അപ്പോ അതാണ് ഇതിന്റെ പ്രിവിലേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട. പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്നു പറയാം. പിന്നെ നിങ്ങൾക്ക് ജോയിന്റ് സെക്ഷനിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങള് പ്രൈവറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് തുറന്നു പറയാം. അപ്പോ നിങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഞാൻ അത് മറ്റേ പാർട്ടിയോട് പറയുകയുള്ളൂ. അതുകൊണ്ട് തികച്ചും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. നിങ്ങളുടെ അനുവാദം ഇല്ലാതെ ഞാൻ ഇതില് ഒരു ഇന്റർഫിയറും ചെയ്യില്ല. പിന്നെ നിങ്ങള് നിങ്ങളുടെ ഇഷ്യൂസ് പറയണ സമയത്ത് നിങ്ങള് വളരെ നന്നായി തന്നെ സംസാരിക്കാം. പൊട്ട വാക്കുകളോ ഇൻഫ്ലമേറ്ററി ആൻഡ് അൺപാർലമെന്ററി വേർഡ്സ്, അതായത് മോശമായിട്ട് ഒന്നും സംസാരിക്കാതിരിക്കാം. ആരെയും വാക്കുകൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക, അങ്ങനെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെ ഒരാൾ പറയുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആ പാർട്ടിയോട് വല്ല ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങളത് ശ്രദ്ധയോടെ കേൾക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ തോന്നുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ആഫ്റ്റർ അവരെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ പാർട്ടിയുടെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറയാവുന്നതായിരിക്കാം. പിന്നെ നിങ്ങൾക്ക് പറ്റാവുന്ന ഏത് ലാംഗ്വേജ് ആയാലും മനസ്സിലാവുന്ന ഏത് ലാംഗ്വേജ് ആയാലും ഉപയോഗിക്കാം. പിന്നെ നിങ്ങള് ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ, ഇപ്പൊ ഒന്നിലധികം ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കേസിൽ ഒന്നിലധികം ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് മുൻതൂക്കം അനുസരിച്ച് ഓരോ കേസുകളും തീർക്കാം.
അപ്പോ പിന്നെ നമ്മള് ഇത് പ്രൈവറ്റ് മീഡിയേഷൻ ആയതുകൊണ്ട് നിങ്ങൾ ഇതില് കോൺഫിഡൻഷ്യാലിറ്റി സൈൻ ചെയ്യും. പിന്നെ നോൺ ഡിസ്ക്ലോഷൻ ഡിസ്ക്ലോഷൻ നിങ്ങൾ സൈൻ ചെയ്യും. കാരണം ഇത് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു കോൺഫിഡൻഷ്യാലിറ്റി പിന്നെ ഇതിന്റെ പ്രിവിലേജിനെ കുറിച്ചും ഞാൻ പറഞ്ഞതാണ്. അപ്പോ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചോളോ. പിന്നെ അവസാനം ഇത് സെറ്റിൽ ചെയ്യുന്ന സമയത്ത്, ഈ മീഡിയേഷന്റെ അവസാനം സെറ്റിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് പ്രൈവറ്റ് മീഡിയേഷൻ ആയതുകൊണ്ട് ഈ സെറ്റിൽമെന്റ് നിങ്ങൾക്ക് പിന്നീട് എൻഫോഴ്സ് ചെയ്യാം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അദാലത്തിൽ വെച്ച് റിവാർഡ് ആക്കണമെങ്കിൽ ആക്കാം. ഇത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും. അപ്പൊ കാരണം നിങ്ങൾ അവസാനം ഇതിന്റെ സെറ്റിൽമെന്റ് അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതായിരിക്കും. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ മീഡിയേഷനിൽ. ഇനി നിങ്ങൾക്ക് സംസാരിക്കാം. അവാർഡാണ്, റിവാർഡ് അല്ല കേട്ടോ. സോറി സാർ. അദാലത്തിലായാലും കൺസിഡറേഷൻ ആയാലും അവാർഡ്, രണ്ടിലും അവാർഡാണ് കേട്ടോ. മറ്റേത് കോടതിയിലാകുമ്പോൾ ജഡ്ജ്മെന്റ് ആൻഡ് ഡിഗ്രി, അതാണ് ഡിഫറൻസ്. പ്രൈവറ്റ് ആകുമ്പോൾ അവാർഡ് ആക്കാനേ പറ്റുള്ളൂ. കോർട്ട് അനക്ഷൻ ആകുമ്പോൾ അത് ജഡ്ജ്മെന്റ് ആൻഡ് ഡിഗ്രി ആവും. ഇനിയിപ്പോ ജഡ്ജ്മെന്റ് ആൻഡ് ഡിഗ്രി ആക്കണം പ്രൈവറ്റ് മീഡിയേഷൻ ആണ് എങ്കിൽ, ജഡ്ജ്മെന്റ് ഡിഗ്രി ആക്കാൻ വേണ്ടിയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മരിൻ ഏത് വർഷമാണ് ഇപ്പോ? ഫസ്റ്റ് ഇയർ ആണ്. അതായത് അങ്ങനെ തീരുമാനം എടുത്തതിന് ശേഷം ഒരാളൊരു പ്ലെയിന്റ് ഫയൽ ചെയ്ത് അതിൽ കോംപ്രമൈസ് പെറ്റീഷൻ ആയിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് റൂളുകളുണ്ട്. ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ജഡ്ജ്മെന്റ് ഡിഗ്രി ആയി കിട്ടും. അങ്ങനെയും ചെയ്യാവുന്നുള്ളൂ കേട്ടോ. പ്രൈവറ്റ് മീഡിയേഷൻ ആണെങ്കിലും അത് ജഡ്ജ്മെന്റ് ഡിഗ്രി ആക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കോടതിയെ അപ്രോച്ച് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ മറ്റാൾ അപ്പിയർ ചെയ്ത് രണ്ടുകൂട്ടരും കൂടിയിട്ട് ഒരു കോംപ്രമൈസ് പെറ്റീഷൻ ഫയൽ ചെയ്ത് അങ്ങനെയും ചെയ്യാവുന്നുള്ളൂ. മനസ്സിലായോ? പക്ഷെ അത് പോണ പ്രോസസ് ആയതുകൊണ്ട് അവാർഡൊക്കെ ആകുമ്പോൾ ഇതാന്ന് പറയുമ്പോൾ തീരുമാനിച്ചാൽ അന്ന് തന്നെ കിട്ടും. മറ്റാകുമ്പോൾ അതിൻ്റെ ടൈം എടുക്കും കുറച്ചും കൂടി, അത്ര സ്പീഡിൽ കിട്ടില്ല. അതുകൊണ്ടാണ് ആ വഴിക്ക് പോകാത്തത്. ഇനി അങ്ങനെ വേണമെങ്കിലും അത് ആവാം എന്നാണ് പറഞ്ഞു വന്നതെന്ന്. മനസ്സിലായോ? ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഒന്നും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ തുടക്കല്ലേ, കുഴപ്പമില്ല കേട്ടാ. ഇനി ആരെങ്കിലും ഉണ്ടോ? അറ്റൻഡൻസ് വളരെ കുറവാണുള്ളന്ന്. ആകെ 17 ആളുള്ളല്ലോ. ഇപ്പൊ നമ്മള് റെഗുലർ ആയിട്ടുള്ള എത്ര ആളുണ്ട് മാഡം? റെഗുലർ ആയിട്ട് ഇത്രയൊക്കെ തന്നെ ആൾക്കാരാണ് വരണേ. 17 ഇപ്പൊ 22, 10-20 പേരുണ്ട്. ഇപ്പൊ ഇന്ന് 20 പേരുണ്ട്. നമ്മള് രണ്ടാളും കൂടാണ്ട് 20 പേരുണ്ട്. അതില് സ്ഥിരം വരുന്ന ആൾക്കാരെ അറിയാം. ചിലര് ഇടയ്ക്ക് വരും പോവും, അങ്ങനെയാണ്. സ്ഥിരം ഒരു 17, സാറ് പറഞ്ഞ ശരിയാ, ഒരു 17-18 പേര് സ്ഥിരം ഉള്ളത്, ആക്റ്റീവായിട്ട് ഇന്ററാക്ട് ചെയ്ത് പോണത്. മറ്റുള്ളവർക്ക് ഒന്ന് ജസ്റ്റ് ഒരു കോഷൻ കൊടുത്തിരിക്കൂ. It is seen that you are not regular. ഓക്കെ. മെറിൻ എന്തോ ഒരു തിയറിയുടെ പകലെന്നെ വിളിച്ചിരുന്നില്ലേ? തിയറി ഏതോ ക്ലാസ് മിസ്സായി എന്ന് പറഞ്ഞ. തിയറി അല്ല, എന്റെ 3 ക്ലാസ്സാണ് മിസ്സായിട്ടുള്ളത്. അത് ഈ ജനുവരി മാസത്തിലാണ് മിസ്സായിട്ടുള്ളത്. തിയറി അല്ലായിരുന്നു, അതുമായി ബന്ധപ്പെട്ട തിയറി ഉണ്ടായിരുന്നു, റോൾ പ്ലേസ് ആയിരുന്നു. അതെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് 28/12 ഒരു ക്ലാസ്സും പിന്നെ നടന്ന സകല റോൾ പ്ലേയും എല്ലാം 1 by 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് 4 ചെയ്തിട്ടുണ്ട്, 3-4. അപ്പൊ ഒന്ന് കണ്ടു നോക്കൂ. അത് മിസ്സായത് ഏതെങ്കിലും ആണെങ്കിൽ ആ ഭാഗത്ത് പറയുന്ന തിയറി അപ്പൊ കിട്ടും. ലിങ്ക് ഒന്നും വേണ്ട. നിങ്ങൾ യൂട്യൂബ് SNL ഞാൻ ഇട്ടിരുന്നില്ലേ? യൂട്യൂബിൽ എങ്ങനെ കിട്ടിയ? യൂട്യൂബിൽ ഈ IQS
IQAC SNLC പൂത്തോട്ട അത്രയും ചെയ്യുമ്പോൾ തന്നെ കിട്ടും. IQAC IQAC SNLC അങ്ങനെ ഒരു പുതിയ ചാനലാണ്. അപ്പൊ അത് ക്ലിക്ക് ചെയ്താല് അത് ഡയറക്റ്റ് കിട്ടും. ലിങ്ക് ആവശ്യമില്ല. ലിങ്ക് ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്കത് ക്യാപിറ്റലില് ഞാനത് ഇട്ടിരുന്നു. ആ സെർച്ച് കീവേഡ് ഒന്ന് അയച്ചു കൊടുക്കാം. ഞാൻ അയച്ചിരുന്നു സാർ, കഴിഞ്ഞ ദിവസം അയച്ചിരുന്നു. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് അത് യൂട്യൂബിൽ ജസ്റ്റ് ഫൈൻഡിലിട്ട് നിങ്ങളത് കോപ്പി ചെയ്തിട്ട് കേട്ടോ. ഞാൻ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്നും കൂടി ഇടാം. അപ്പൊ അത് വെച്ചിട്ട് അങ്ങോട്ട് കയറിയാൽ മതി. അതിൽ കിടപ്പുണ്ട്. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ മീഡിയേഷൻ സ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. മീഡിയേഷൻ സ്കിൽ, റോൾ പ്ലേ, അല്ലെങ്കിൽ ക്ലാസ്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്. കഴിഞ്ഞ ക്ലാസ് ഒക്കെ അങ്ങനെയാ എന്തെങ്കിലും നെയിം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അല്ലാതെ വേറൊരു ബാച്ചിന്റെ ADRന്റെ കിടപ്പുണ്ട്. അത് വേണമെന്നില്ല. നിങ്ങൾ നിങ്ങളത് കണ്ടാലും മതി. എല്ലാം സാറ് ചെയ്തു തന്നെയാ. അപ്പൊ ഏത് വേണമെങ്കിലും എടുത്തു നോക്കാം. കൂടുതൽ കണ്ടോണ്ട് കുഴപ്പമൊന്നുമില്ല. കൂടുതൽ കണ്ടോണ്ട് അവരുടെ 4 റോൾ പ്ലേ കിടപ്പുണ്ട്. 4 എണ്ണം ചെയ്തത്. അതും പിന്നെ നിങ്ങളുടെ ഒരെണ്ണം എനിക്ക് സനൂജിന്റെ ആണ്. അത് ഞാൻ തപ്പിക്കൊണ്ടിരിക്കും. ചിലത് കിട്ടിയിട്ടില്ല. അപ്പൊ അത് ഈ മാസം നടന്നൊക്കെ കിട്ടും. കുഴപ്പമില്ല. നേരത്തെ ഉള്ളതിനാണ് പ്രശ്നം. ഏകദേശം ഒരു 3-4 എണ്ണം കാണുമ്പോൾ മെറിന മെസ്സായ തിയറി കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ ഭാഗത്തും സാറ് തിയറി പറയുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ കേട്ടാ. പിന്നെ തിയറി പാർട്ട് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഭാഗത്ത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടാൽ അത് അവസാനം നമുക്ക് അറേഞ്ച് ചെയ്യാന്നാണ് സാറ് പറഞ്ഞേക്കുന്നത്. എല്ലാ റോൾ പ്ലേയും തീരും. ഈ മാസം റോൾ പ്ലേ തീരുന്ന ഒരു സമയമുണ്ട്. 3rd വീക്കിൽ എവിടെയോ ഒരു ഡേറ്റ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തീർന്നു കഴിഞ്ഞാൽ തിയറി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ക്ലിയർ ആയിട്ടില്ല ഏതെങ്കിലും ഭാഗം സ്പെസിഫിക് ആയിട്ട്. ഇനിയിപ്പോ ആരും വേറെ റെഡി അല്ലല്ലോ അല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ? റെഡി അല്ലല്ലോ അല്ലേ? ഉണ്ടോ? ആർക്കെങ്കിലും ചെയ്തു നോക്കണമെങ്കിൽ നോക്കൂ. ആരുമില്ല. അപ്പൊ നമ്മൾ നിർത്താണ്. ആയിക്കോട്ടെ സാർ. ഇനിയുള്ള ദിവസമൊക്കെ റോൾ പ്ലേ ഉണ്ട്. ഇനിയുള്ള ബാക്കിയുള്ള റോൾ പ്ലേ അന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നൊക്കെയാണ് ഇനി റോൾ പ്ലേ തുടങ്ങുന്നത്? മറ്റന്നാൾ ഒരെണ്ണം, പിന്നെ അടുത്ത മൺഡേ, വെനസ്ഡേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആണോ? അപ്പൊ അതിന് മുന്നേ ഈ ബാക്കി പറയാത്തവര് ഈ റോൾ പ്ലേയിലുണ്ട് വരുന്നുണ്ടാവുമല്ലോ അല്ലേ? വരുണ്ടാവും. ഈ ചിലര് ചെയ്തവരും ഉണ്ട്, പിന്നെ ചിലര് ചെയ്യാനുള്ളവരും ഉണ്ടാവും. ചെയ്യാത്തവർ ഇനി അടുത്ത ദിവസം കമ്പൽസറി ആയിട്ട് ബാക്കിയുള്ളവർ മുഴുവൻ റോൾ പ്ലേ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ പറ്റൂ കേട്ടോ. എല്ലാവരും റെഡി ആയിക്കോ. അതിങ്ങനെ ചോദിക്കുന്നു പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ ഇനി എല്ലാവരും വന്നു അടുത്ത ദിവസം കൊണ്ട് നമ്മൾ അത് ക്ലോസ് ചെയ്യാണ്. എല്ലാവരും കൂടി കഴിഞ്ഞ് അത് കഴിഞ്ഞു. അതിനുശേഷം ബാക്കി ടൈം റോൾ പ്ലേ തുടങ്ങണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ റെഡി ആയിക്കോ. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാണ്. ഇനി ആരും റെഡിയും ചോദിക്കുന്നില്ല. അതോടുകൂടി അവസാനിക്കുകയാണ് നമ്മൾ കേട്ടോ. ഇതിന്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ റോൾ പ്ലേയില് അതുകൊണ്ട് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെ തന്നെ തുടങ്ങാനാണ് പോകുന്നത്. അപ്പൊ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. ഓക്കെ സർ. ഓക്കെ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു സർ. Thank you, sir. Thank you, ma'am. Thank you, sir. Thank you.